ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. നമസ്കാരം. ഭാരത് ഭവൻ്റെ നവമാധ്യമ സമിതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളിയുടെ ആസ്വാദന ഭാവുകത്വത്തെ തൻ്റെ ആലാപന സൗകുമാര്യം കൊണ്ടും കാവ്യസൗരഭം കൊണ്ടും പരിവർത്തിപ്പിച്ച, സുന്ദരമാക്കിയ, ലോകത്തെവിടെ മലയാളിയുണ്ടോ അവിടെയൊക്കെ പ്രത്യേകിച്ചൊരു മുഖവുരയുടെയും ആവശ്യമില്ലാതെ ചെന്ന് കയറാൻ കഴിവുള്ള, മലയാളിയുടെ തുറന്നിട്ട ഹൃദയവാതിലിലേക്ക് എക്കാലവും പ്രവേശനമുള്ള, മലയാളത്തിൻ്റെ അക്ഷര സൗഭാഗ്യമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ സാറാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ, എനിക്ക് സന്തോഷമുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു വർത്തമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങയുടെ വീട്ടിൽ ഒരുപാട് തവണ വരാനും സ്നേഹം അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അവസരം ഉണ്ടാക്കി തന്ന ഭാരത് ഭവനോട്, സാംസ്കാരിക വകുപ്പിനോട്, വിശിഷ്യ പ്രമോദ് പയ്യന്നൂർ സാറിനോടൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങാൻ തോന്നുന്നു. കവി കടന്നു കാണുന്നവനാണെന്നാണ് പറയാറ്. ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാ വിഭാഗം ജീവജാലങ്ങളെയും ജനതയെ ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, കത്തുന്ന ഒരു കാലഘട്ടം, കഷ്ടതയുടെ ഒരു കാലഘട്ടം. അതിനെ എങ്ങനെയാണ് ഒരു കവി എന്നുള്ള നിലയിൽ അങ്ങ് നോക്കിക്കാണുന്നത്? ചിലരുടെ കഷ്ടതകൾ വേറെ ചിലർക്ക് കഷ്ടതകളല്ല. മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നവർ സാനിറ്റൈസർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരായി. മനുഷ്യനെ സംബന്ധിച്ച്, അതായത് ലാഭേച്ഛയുള്ള ഒരു വർഗമാണല്ലോ മനുഷ്യവർഗം. അപ്പോൾ മനുഷ്യനിൽ കുറച്ച് ആൾക്കാർ ദുരന്തങ്ങളെ എങ്ങനെ ആഹാരമാക്കാം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഇത് ആഹ്ലാദമായിരിക്കും. മറ്റു ചിലർക്കല്ലാതെയും ആഹ്ലാദമായിരിക്കും. ഇപ്പോഴത്തെ ഈ സൂക്ഷ്മ ജീവിയോ ജീവിയല്ലയോ അറിയില്ല, വൈറസ് എന്ന് പറയുന്നത്, ഇത് വ്യാപിച്ചതെങ്ങനെ എന്നാർക്കും അറിയില്ല. പ്രകൃത്യാ വന്നതാണോ വികൃതി കൊണ്ട് വന്നതാണോ അറിയില്ല. ഉണ്ടാക്കിയതാണെന്നും ഉണ്ടായതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ സുമേഷ് നേരത്തെ പറഞ്ഞു സർവ്വജീവികൾക്കും. ഞാനിടയ്ക്ക് ആരോ അയച്ചെന്നു രണ്ടെണ്ണം ഞാൻ കണ്ടു. അതിൽ എല്ലാ ജീവികളും പുറത്താണ്, മനുഷ്യൻ മാത്രം ഇരുമ്പഴിക്കകത്താണ്. അതിനകത്തൊരു ചിന്തനീയമായൊരു വലിയ കാര്യമുണ്ട്. അത് ഒരു വലിയ കാവ്യസത്യമാണ്. പ്രകൃതി സർവതന്ത്ര സ്വതന്ത്രമാണ്. ആ സർവതന്ത്ര സ്വതന്ത്രമായ പ്രകൃതിക്കകത്ത് വികൃതി കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ സൃഷ്ടിച്ച ഏകജീവി മനുഷ്യനാണ്. ഒരു ജന്തുവിനും വേസ്റ്റില്ല. സ്വന്തം കൂട്ടിൽ തന്നെ കാഷ്ടിക്കുന്ന കിളികൾ അത് വേസ്റ്റല്ല. തൊഴുത്ത് എന്ന് പറയുന്നത് അറിയാലോ സുമേഷ്? അറിയാം. തൊഴുത്തിൽ ചാണകത്തിലാണ്
പശുവും പോത്തുമൊക്കെ കിടക്കുന്നത്. കിടക്കുന്നത്. അതെ, അതതിന് വേസ്റ്റല്ല. അത് ശുദ്ധീകരണത്തിൻ്റെ അത് അതിൻ്റെ ഭാഗമാണ്. പ്രകൃതിയിലൊന്നും പാഴല്ല, ജീർണമാണ്. ചിലത് ജീർണിക്കും, അടുത്തതുണ്ടാവും. പക്ഷേ മനുഷ്യൻ ജീർണിക്കാത്ത വേസ്റ്റുകളെ ഉണ്ടാക്കിയവനാണ്. അതെ, അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് അവന് കഷ്ടമാണ്. പ്ലാസ്റ്റിക് പോലെ. അതെ, പക്ഷേ മറ്റ് ജന്തുക്കൾക്ക് അത്രയും കഷ്ടമില്ല. ആ കഷ്ടത എന്ന് പറയുന്നത് താരതമ്യേന ഉള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഷ്ടത വരുത്താതിരിക്കണമെങ്കിൽ, നഷ്ടം വരുത്താതിരിക്കണമെങ്കിലും കഷ്ടം വരുത്താതിരിക്കണമെങ്കിലും മനുഷ്യൻ പ്രകൃതി ജീവി ആവണം. അതാണ് കാര്യം. അതെ, ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ താങ്കളത് പറയുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഒരു ഗ്രാമത്തിൽ നിന്ന് കിട്ടാവുന്ന സർവ്വവിശുദ്ധിയും അനുഭവിച്ച് വളർന്നൊരു ബാല്യമാണ് അങ്ങയുടെ ബാല്യം. വിശുദ്ധിയും അശുദ്ധിയും രണ്ടുമുണ്ട്. രണ്ടുമുണ്ട്. ഗ്രാമം എന്ന് പറഞ്ഞാലേ അത് സമ്പൂർണ്ണമായിട്ടും പരബ്രഹ്മം പോലെ ശുദ്ധമൊന്നുമല്ല. എല്ലാ കുന്നായ്മകളും ഗ്രാമത്തിലുണ്ട്, ഇല്ലേ? പക്ഷെ നഗരത്തേക്കാൾ തമ്മിൽ ഭേദമായിരിക്കുമല്ലോ എന്നുള്ളതാണ്. നഗരത്തേക്കാൾ കൂടുതൽ തുറന്നതാണ്. അതെ, അതാണ് നഗരം നാട്യപ്രധാനം എന്നത്. നാട്ടുംപുറത്ത് ഈ നാട്യങ്ങൾ കുറവാണ്. കുറവാണ്. അതെ. അത് പഠിച്ചെടുത്തതാണ്. ജന്തുസഹജമായ ഒരു തുറന്ന മനസ്സ്, ആർജവം, നേരെ വാ നേരെ പോ, അത് നാട്ടുംപുറത്തിന് കൂടുതലാണ്. തമ്മിൽ വഴക്കുകൂടുമെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരുമിച്ച് സഹകരിക്കുകയും ചെയ്യും. അതാണ് ആലോചിക്കേണ്ടത്. അതിനുള്ളിൽ വലിയൊരു സമൂഹ ബന്ധമുണ്ട്. വഴക്ക് കൂടും, പക്ഷെ ആവശ്യം വരുമ്പോൾ എല്ലാവരും പരസ്പരം വേണം എന്നൊരു തോന്നലുണ്ട്. ഇന്നങ്ങനെയല്ല. യവൻ എനിക്ക് എപ്പോൾ ആവശ്യം വരും എന്ന് കണക്ക് കൂട്ടി സൗഹൃദം ഉണ്ടാക്കല. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള സൗഹൃദം ഇപ്പം ഇല്ല. അത് നാട്ടിൻപുറവും ഇപ്പം ഇല്ല. കേരളത്തിൽ നാട്ടിൻപുറം എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞു. ഗ്രാമങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതെ, അത് പാടെ പോയി. അതും കൂടെ ആലോചിക്കും. ഞാൻ അത്തരം ഒരു നാട്ടിൻപുറത്താണ് വളർന്നത് എന്ന് തോന്നാം. ഞാൻ ജനിച്ചതേ നെയ്യാറ്റിൻകര ടൗണിലാണ്. അതെ, അതെ, ടൗൺ LPSലാണ് പഠിച്ചത്. അതെ, ആ ടൗണിൽ, അന്നത്തെ ടൗൺ എന്നേ പറയാം. അതെ, അതെ, അന്ന് വാൽമീകി രാമായണത്തിൽ ദശരഥൻ അല്ല, വാൽമീകി ഇങ്ങനെ വർണ്ണിക്കുന്ന പോലെ അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു വലിയ ആസൂത്രിതമായ നഗരം പോലുള്ള നഗരമൊന്നുമല്ല. ആധുനിക കാലത്തെ ഒരു കൊച്ചു പട്ടണം, അത്രയേ ഉള്ളൂ. ഇത്തിരി ആൾ കൂടും, കുറച്ച് കച്ചവടം നടക്കും, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അവിടെയും ഒരു ഗ്രാമീണത എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. നല്ല വെള്ളം കിട്ടുമായിരുന്നു. ഇന്ന് കിട്ടാത്തൊരു സാധനമാണ്. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും മധുരമായ ഓർമ്മകളിലൊന്ന് ശുദ്ധമായ വെള്ളം ഏത് തോട്ടിൽ നിന്നും കോരി കുടിക്കാം എന്നതായിരുന്നു. ഇന്നും എൻ്റെ ഏറ്റവും വലിയ വിഷാദം ആണ് വെള്ളം. അപ്പോൾ ഏറ്റവും നല്ല വെള്ളം പാറവുറ്റ് കൈകോട്ടി കുടിച്ചു ഞാൻ. തോട്ടുവെള്ളം. പക്ഷെ ആ ഒരു വിഷാദമായിരിക്കും നീര് കോരുകയിൽ എത്തിച്ചേർന്നത്. അതെ, അത് തന്നെയാണ്. അതിലെ വരിയാണ് ഈ പറഞ്ഞത്. തോട്ടുവെള്ളം കിളികളും ഞാനും ഒക്കെ കൂട്ടുകൂടി കുടിച്ചു. പട്ടി കുടിച്ചതും ഞാൻ കുടിച്ചതും ഒരേ വെള്ളം. ആലോചിച്ച് നോക്കണം. പട്ടി കുടിച്ച അപ്പം മുകളിൽ പട്ടി കുടിക്കുന്ന വെള്ളമാണ് താഴെ ഞാൻ കുടിക്കുന്നത്, താഴത്തെ തോട്ടിൽ. അതെ, ആ വെള്ളത്തിന് ഒരു അയിത്തവും ഇല്ലായിരുന്നു. ഒരു സാംക്രമിക രോഗവും വരില്ലായിരുന്നു. ഇല്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ വെള്ളത്തിനെ അവിശ്വസിക്കുകയും കുപ്പിവെള്ളത്തിനെ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന ആധുനിക കൃത്രിമ ലോകം ഉണ്ടാക്കിയത് ആര്? കച്ചവടം അല്ലേ? അതാണ് കച്ചവടം. ഭൂമിയിലുള്ള സർവ്വ സാധനങ്ങളുടെയും ആധിപത്യം കുറച്ച് പണമുണ്ടാക്കുന്നവർക്കാണ് എന്നൊരു ധാരണ വന്നു കച്ചവടത്തിൽ. ബൈബിളിൽ 6 ദിവസത്തെ സൃഷ്ടി നടത്തിയതായിട്ട് ഉൽപ്പത്തി പുസ്തകം ആദ്യം പറയുന്നുണ്ട്. അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങി. 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ ഛായയിൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പുരുഷന്മാരാണ്. പുരുഷന്മാരാണ്. നമ്മുടെ ഇന്ത്യൻ രീതിക്ക് പറഞ്ഞാൽ എല്ലാം ദേവാംശം മാത്രമല്ല പറയേണ്ടത്. ഇതാണ് ദേവപുത്രന്മാർ, ദൈവത്തിൻ്റെ അതേ അവതാരങ്ങൾ. ബ്രാഹ്മണർക്ക് മാത്രമാണ് അത് പറഞ്ഞിരുന്നത്, ദ്വിജൻ അല്ലേ, ദേവന്മാരുടെ സംഭവമാണെന്നാണ്. അതുപോലെ എല്ലാവരും ദേവപുത്രന്മാർ. പക്ഷേ ബൈബിളിൽ പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഞാൻ സൃഷ്ടിച്ച ഇതെല്ലാം നോക്കി നടത്തി ഭരിച്ചോ. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് തെറ്റിപ്പോയി, വ്യാഖ്യാനിച്ചത് തെറ്റിപ്പോയി. ഇതെല്ലാം നമ്മുടെ ആധിപത്യത്തിലാക്കാനുള്ളതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ എല്ലാത്തിൻ്റെ ആധിപത്യം മനുഷ്യനാണെന്ന ധാരണയിൽ നിന്ന് വന്ന് എല്ലാത്തിൻ്റെ ആധിപത്യം ഇപ്പോൾ പണമുണ്ടാക്കുന്നവന് മുതലാളിക്കാണ് എന്ന് വന്നു. അത് മാറ്റാൻ നമ്മുടെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിനും കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷാദം എനിക്കുണ്ട്. നമ്മളിപ്പോൾ അതിലേട്ട് പോകുന്നതല്ലാതെ അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നൂറ്റാണ്ട്, 1.5 നൂറ്റാണ്ട് കഴിഞ്ഞു നമ്മുടെ വളരെ വലിയ സ്ഥിതി സമത്വത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നിട്ട്. പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മളതായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ശരിക്കും ആശ്രയിക്കാവുന്നത് എവിടെ? പ്രകൃതി. പക്ഷെ ആ പ്രകൃതിയിലേക്കുള്ള ഒരു യാത്രകൾ ആരംഭിക്കുന്നത് പക്ഷെ വീട്ടിൽ നിന്നായിരിക്കും. അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് അക്ഷരപ്പിച്ച് നടന്ന കവിയാണ് താങ്കൾ. തോറ്റമ്പാട്ട് കലാകാരനായിരുന്ന അച്ഛൻ തോറ്റമ്പാട്ട് കലാകാരനൊന്നും ആയിരുന്നില്ല. തോറ്റമ്പാട്ട് പാടുമായിരുന്നു, വില്ലടിച്ചമ്പാട്ട് പാടുമായിരുന്നു, ഒരുപാട് പാട്ടുകൾ പാടുമായിരുന്നു. ഞാനെവിടെയോ പറഞ്ഞു അച്ഛൻ തോറ്റമ്പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഉടനെ ആളുകൾ അതിനെ തോറ്റമ്പാട്ട് കലാകാരൻ. ഈ സി.വി. രാമൻപിള്ളയുടെ നോവല് അയൽവക്കത്തെ സ്ത്രീകളെ വിളിച്ചിരുത്തി വളച്ചിരുത്തി ഉറക്കെ വായിച്ചു കൊടുക്കുമായിരുന്ന ഒരു അമ്മയുടെ മോനാണ്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഈ ബലം പാരമ്പര്യമായി തന്നെ കിട്ടിയ ഒരു പാരായണ ബലമായിരിക്കുമല്ലോ സുഭദ്രയെ കുറിച്ച് എഴുതിയപ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒന്ന്, കേരളീയർ ഇനി അറിയേണ്ടുന്ന ഒരാളാണ് സി.വി. രാമൻപിള്ള. ഇവിടെ ഒരുപാട് ബുദ്ധിജീവികളുണ്ട്, ഒരുപാട് വളരെ നവീനരായ എഴുത്തുകാരുണ്ട്, പ്രബുദ്ധത കൂടിപ്പോയ ആൾക്കാരുണ്ട്. അവരെല്ലാം വാസ്കോ പോപ്പ എഴുതുന്നതിനെക്കുറിച്ച് പറയും, മാർക്കസ് എഴുതുന്നതിനെക്കുറിച്ച് പറയും. സി.വി. രാമൻപിള്ള വായിക്കാത്തവരാ അവർ പലരും. ഞാൻ വെല്ലുവിളി ഏറ്റവും കുറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ ഞാൻ വെല്ലുവിളിക്കുന്നത് സി.വി. രാമൻപിള്ള, ബാലേന്ദ്രനൊക്കെ വായിച്ചിട്ടുണ്ട് നന്നായിട്ട്. അതെ, അദ്ദേഹം കാണാതെ പറയും. സി.വി. രാമൻപിള്ള നേരെ വായിക്കാത്ത മലയാളിക്ക് വാസ്തവത്തിൽ അറിയാൻ പറ്റില്ല. ഗദ്യത്തിൻ്റെ താളം ഏറ്റവും കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുന്നത് അല്ല, ത്രൈകാലികത്വം ഉള്ള ദർശനമാണ്. അതിൽ നിന്നേ വലിയ വാക്ക് വരൂ. അതാണ് സി.വി. രാമൻപിള്ളയുടെ നോവൽ ശൈലിയാണ്, ഭാഷാശൈലിയും കൂടെയാണ് കേരളത്തിൻ്റെ മുഴുവൻ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ധർമ്മരാജായും മറ്റും വായിക്കുമ്പോൾ ഞാൻ വിസ്മയിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല, ഇതെന്താണ് വായിക്കുന്നതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അമ്മ ശരിക്കും വായിക്കുമായിരുന്നു. വായനയിൽ ഏറ്റവും കൂടുതൽ അമ്മയാണ്, അച്ഛനല്ല. ഒരുപാട് വായിക്കും. പുരാണങ്ങൾ ഇതൊക്കെ ഒരുപാട് പേരെ വായിക്കാൻ പഠിപ്പിച്ച ആളും അമ്മയാണ്. ഞാൻ എപ്പോഴും അമ്മയിൽ ഊന്നുന്നത് അതുകൊണ്ടാണ്. അതായത് അമ്മ വലിച്ചെറിഞ്ഞാലും നമ്മൾ അമ്മയിലേക്ക് ചെല്ലും. ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിൻപുറത്ത് കൊച്ചു പിള്ളേരെ പിടിച്ചു അടി കൊടുത്ത് വലിച്ചെറിയും അമ്മമാർ. വലിച്ചെറിഞ്ഞാൽ ചെന്ന് വീണിട്ട് എഴുന്നേറ്റ് അമ്മാന്ന് വിളിച്ച് തിരിച്ച് അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. സംസ്കൃതത്തിലൊരു ചൊല്ല് പറയില്ല, മാതൃതാഠിത കുമാരരോധന മാതരേഹി പരിപാഹി മാമിതി. അതെ, പറഞ്ഞിട്ട് അമ്മാന്ന് വിളിച്ചാണ് അമ്മ അടിക്കുമ്പോഴും കരയുന്നത്. അമ്മയടുത്ത് വന്നിട്ട് തന്നെ വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. അതാണ് പാഹി എന്ന് പറയുന്നത്, എന്നെ രക്ഷിക്കണമെന്ന്. ആ കാഴ്ച എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു പാഠമുണ്ട്.
ഞാൻ എൻ്റെ അമ്മയിൽ കൂടെ എന്നല്ല, എല്ലാ അമ്മയിൽ കൂടെയും പോകുന്നത് അവിടെയാണ്. ഈ മണ്ണ് അമ്മയാണ്. ഋഗ്വേദം പറയുന്നു, പുത്രോഹം പൃഥിവ്യ, അതെ, ഭൂമിയുടെ മകൻ. ഞാൻ ഭൂമിയുടെ മോനാണ്. ദീർഘതമസ് എന്ന് പറയുന്ന ഋഷി പറയുന്ന ഒരു മന്ത്രത്തിലെ ഒരു ഭാഗമായത്. ഞാൻ ഈ മണ്ണിൻ്റെ മോനാണ്. ആ കാഴ്ച പണ്ടേ ഉണ്ടായിരുന്നു. അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞാൽ പ്രകൃതിയുടെ മോനാണ്. അതെ, അപ്പോൾ പ്രകൃതിയോടൊത്ത് ജീവിക്കുക, പ്രകൃതിയോടൊത്ത് തന്നെയാണ് വലിയ മനുഷ്യർ പോയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ മനുഷ്യരെ ഞാൻ കവി എന്ന് പറയും. നേരത്തെ സുമേഷ് പറഞ്ഞല്ലോ, കടന്നു കാണുന്നവനാണ് കവി. ക്രാന്തദർശനോ ഭവതി എന്നാണ്. ദർശിക്കുന്നവനാണ് കവി. അങ്ങനെ ദർശിക്കുന്ന എല്ലാവരെയുമാണ് കവി എന്ന് പറയുന്നത്, ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ. ശാസ്ത്രവും കവിതയും നമ്മുടെ നാട്ടിൽ രണ്ടല്ലായിരുന്നു. ഇപ്പോഴാണ് വന്ന് ശാസ്ത്രം തന്നെ പല രീതിയിലായി, സാഹിത്യത്തിന് വേറെയായി. അങ്ങനെയല്ല, എല്ലാം കൂടെ ഒന്നായിരുന്നു. കവി കാണുന്നത് എപ്പോഴും പ്രകൃതിക്കനുസരിച്ചായിരിക്കും. സുമേഷ് കവിയാണ്, അതുകൊണ്ടാണ് സുമേഷിനോട് അങ്ങനെ പറയുന്നത്. കവി പ്രകൃതിയുടെ നിയമമാണ്. തായ്നീതി തന്നെയാണ് ആദിനീതി എന്ന് ഞാൻ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. അമ്മനീതിയാണ് ആദിനീതി. അത് സ്നേഹനീതിയാണ്. സ്നേഹത്തിൽ കൂടെയാണ് വരുന്നത്. നമ്മൾ ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് ലോകത്തെ സമീപിക്കേണ്ടത്, അല്ലേ? അതെ. പുതിയ കാലം പലതരം ബുദ്ധികൾ കൊണ്ട് സമീപിക്കുന്നു, പ്രയോജനം ഉദ്ദേശിച്ച്. പ്രകൃതിക്ക് പ്രയോജന ചിന്ത ഇല്ല. അവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത്. അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് പ്രകൃതിക്കനുസരിച്ചുള്ള ജീവിതം വരും. ആ ജീവിതം വന്നാൽ കൊറോണ ദൂരെ നിൽക്കും. ഇപ്പോൾ ഞാൻ ഈ കൊറോണ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എഴുതിയിരുന്നു, അമ്മരുചി എന്നൊരെണ്ണം മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. ഇതൊരു 8-10 വർഷം കൊണ്ട് എൻ്റെ ഉള്ളിലുള്ളതാണ്. സ്വന്തം രുചികളെ സ്വയം അറിയുക, സ്വയം ഉണ്ടാക്കുക. ഇതിലേക്ക് പോകാനാണ് എഴുത്തുകാരനും ആളുകളെ പ്രേരിപ്പിക്കേണ്ടത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. എഴുത്തുകാരൻ എന്തിനാണ് എഴുതുന്നത്? പ്രസിദ്ധിക്കോ, പൈസയ്ക്കോ? എന്തിനാ? എഴുത്തുകാരൻ സ്വയം ഒരു ആത്മസമർപ്പണമാണ്. അത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എഴുത്തുകാരൻ എഴുതുന്നത് ധർമ്മത്തിനാണ്. ധർമ്മത്തിന് സ്വയം സമർപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അഖിലധർമ്മം എല്ലാവരുടെയും കാര്യം നോക്കും. എൻ്റെ പാർട്ടിയുടെയും എൻ്റെ പാർട്ടിയിലെ ഗ്രൂപ്പിൻ്റെയും അല്ല, എൻ്റെ മതത്തിൻ്റെയും എൻ്റെ മതത്തിൽപ്പെട്ട വിഭാഗത്തിൻ്റെയും അല്ല. നമുക്ക് ഒരു മതത്തിൽ 9000 വിഭാഗമുള്ള കാലമാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനെ, പക്ഷേ നമ്മളെല്ലാം വേർതിരിഞ്ഞ് ശത്രുക്കളായിട്ട് നിന്നാണ് ആരാധിക്കുന്നത്. അവിടെയാണ് വിരോധം കിടക്കുന്നത്. എല്ലാ ദൈവവും പ്രകൃതി. സാർ, ഈ പ്രകൃതി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കവി കുഞ്ഞിരാമൻ നായരാണ്, മഹാകവി കുഞ്ഞിരാമൻ നായർ. കാഞ്ഞങ്ങാട് പോയി കുഞ്ഞിരാമൻ നായരുടെ പേരിലുള്ള പുരസ്കാരം വാങ്ങിയപ്പോഴാണോ, തമ്പാനൂരിൽ വെച്ച് കുഞ്ഞിരാമൻ നായർ തന്ന മുട്ടായി തന്നപ്പോഴാണോ കൂടുതൽ മധുരം ഉണ്ടായത്? അതൊക്കെ നോക്കിയിരിക്കുന്നല്ലേ. ഈ മധുരം, ഏറ്റവും കൂടുതൽ മധുരം കവിയുടെ തുപ്പൽ തൊട്ടു എന്നുള്ളതാണ്. ഞാനത് കാഞ്ഞങ്ങാട് പോയി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഇത്തിരിയോളം തുപ്പലിൻ്റെ അവകാശമുണ്ട്. എല്ലാ മലയാളിക്കും കുഞ്ഞിരാമൻ നായരുടെ ഇത്തിരിയോളം തുപ്പലിൻ്റെ അവകാശം ഉണ്ട്. അത് ആസ്വദിക്കണം. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ വലിയ സാഹിത്യ സംവാദങ്ങൾക്കൊന്നും അദ്ദേഹത്തിനടുത്ത് പോയിട്ടില്ല. കവിത എഴുതുന്ന സമയവും അല്ല, അല്ലേ? ഞാൻ എഴുതുമായിരുന്നു, പക്ഷെ ആരെയും കാണിക്കില്ല, നാണം കൊണ്ടാണ്.
ശരിക്കും കവിക്ക് ആദ്യം വേണ്ടുന്ന കാര്യങ്ങളിലൊന്ന് സ്വന്തം കൃതികളെക്കുറിച്ചുള്ള നാണം ആണെന്നാണ്. അഹന്തയല്ല. ഞാൻ എഴുതി ഇപ്പോൾ സ്ഥാപിച്ചു കളയും എന്ന അഹന്തയല്ല. ഞാനത് ചെറുപ്പക്കാരോട് സൂചിപ്പിക്കാറുണ്ട്. ഒരു മൂത്തവൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെറുപ്പക്കാരോട് സൂചിപ്പിക്കാറുണ്ട്. ഈ ഞാൻ എഴുതി കളഞ്ഞു, ഞാനത് ഇന്നതാണ് എന്നല്ല, എൻ്റെ അക്ഷരം പിഴയ്ക്കരുത്. അതിനുള്ള ശ്രദ്ധ, ആ ശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടി വരില്ല. അതേ ഉള്ളൂ. കുഞ്ഞിരാമൻ നായർ പിഴയ്ക്കാത്തവൻ തന്നെയായിരുന്നു. വേറെ പിഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പിഴയെന്ന് നമ്മൾ കാണുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം, അത് പിഴയെന്ന് നമ്മൾ കാണുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് വളരെ ആത്മീയമായ പ്രേമം പ്രപഞ്ചത്തോടുള്ള മനുഷ്യനാണ്. അതാണ് എന്നെ കണ്ടപ്പോൾ തിന്ന മിഠായി എടുത്ത് എനിക്ക് തന്നത്. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ എന്തോ? കുഞ്ഞിരാമൻ നായർ ബാനൂര് തന്നെ. അതെ, അറിയാതെയാണല്ലോ അത് താങ്കൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആദ്യം. അതെ, അതുപോലെ പശു. അതെ, ഒരു പശുവിന്, ഒരു പശു ഈ തമ്പാനൂർ പണ്ട് പഴക്കുലകൾ കെട്ടിയ മുറുക്കാങ്കടകളുണ്ടായിരുന്നു. ആ പഴക്കുലയെ വന്ന് പശു കഴുത്ത് നീട്ടി പഴം കഴിച്ചു. മറ്റേവൻ കടയിൽ ഇരിക്കുന്ന ഉടമസ്ഥൻ വെട്ടുകത്തിയെടുത്ത് എൻ്റെ മണ്ടക്കടിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞിരാമൻ നായർ അദ്ദേഹം സഹിച്ചില്ല. അതാണ് ചരാചര പ്രേമം. അതാണ് ഞാൻ അത്രയും കവി ആയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത്രത്തോളം കവി ഞാനായിട്ടില്ല. അദ്ദേഹം അവിടെ പോയി ഈ പശുവിനെ അങ്ങ് തലോടുകയാണ്. തലോടിയിട്ട് ഇതേ പഴക്കുലയെന്ന് പഴം ഇരിഞ്ഞിരിഞ്ഞ് ഈ പശുവിന് കൊടുക്കുന്നു, അത് തിന്നുന്നു. പഴം ഒരു കൊല മുഴുവനും. ഈ മുറുക്കാങ്കടക്കാർ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടപ്പോൾ ജൂബയുടെ ഇവിടുത്തെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് ആ കവറിനകത്ത് ഒരു 100 രൂപയുണ്ടായിരുന്നു. ആ 100 രൂപ എടുത്തിട്ട് അവനോട് ചോദിച്ചു എത്രയായി, കൊടുത്തു. അന്ന് ആകാശവാണിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന പൈസയത്. ആ പൈസ എനിക്കുള്ള മാത്രമല്ല എന്ന് കരുതത്തക്ക രീതിയിലുള്ള വലിപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കുണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷെ അത് കുഞ്ഞിരാമൻ നായർക്കുണ്ടായി. അതാണ് കവി. ഞാൻ ആ മുട്ടായിയെ കാണുന്നത് ഒരു കവറിലുള്ളൊരു മധുരമായിട്ടല്ല. കുഞ്ഞിരാമൻ നായർ എന്ന മലയാളത്തിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത കവി താൻ ആസ്വദിച്ച കാവ്യമധുരത്തിൽ ഒരു അംശം അടുത്ത തലമുറയിലെ ഒരു കവിക്ക് കൊടുത്തതായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങളെപ്പോലുള്ള വായനക്കാർക്ക് ഇഷ്ടം. അത് അദ്ദേഹത്തിൻ്റെ ഉമിനീര് പുരണ്ടത് തുപ്പൽ പുരണ്ടത്. ആ തുപ്പലിനെയാണ് എനിക്ക് തന്നതെന്ന് ഞാൻ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ അലിയിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണ് ഈ തുപ്പലിലുള്ളത്. അലിയിച്ചെടുക്കുന്നത്. ആ അലിയിച്ചെടുക്കുന്ന നിനക്ക് പറ്റുമെങ്കിൽ അലിയിച്ചോടാന്ന് പറഞ്ഞത് ഒരു ലേശം. എനിക്കത് വളരെ, ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു വലിയ കാര്യമാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ദാനങ്ങളിൽ മഹത്തായ ദാനങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് കരുതുന്നത്. പണ്ടൊരു അമ്മൂമ്മ 10 പൈസ ഒരു പഴയ കടലാസിൽ പോയി എനിക്ക് തന്നിട്ടുണ്ട്. ഒരു മുടിപ്പരയിൽ പാടാൻ നിൽക്കുമ്പോൾ. അന്ന് പാട്ടാണ് പാടുന്നത്, എഴുതിയ പാട്ട്. ആ 10 പൈസ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട് താങ്കൾ ഈ ഗാനമേളകളിൽ ഇങ്ങനെ പാടുകയും. മാത്രമല്ല സാറിൻ്റെ കൂടെ പഠിച്ച ആളുകൾ തന്നെ പലരും പറയുന്നത് മധു അന്നൊരു പാട്ടുകാരനായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ ഗാനം പറഞ്ഞാൽ അത് പാടിത്തരും, ഇഷ്ടപ്പെട്ട നാടക ഗാനങ്ങൾ പറഞ്ഞാൽ പാടിത്തരും, പിന്നീടാണ് കവി എന്നുള്ള രീതിയിൽ പ്രശസ്തനായത് എന്നൊക്കെ പലരും പറഞ്ഞു. MG കോളേജിലെ സാറിൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ പറഞ്ഞു കേട്ടു. കാര്യമുണ്ട്. നമ്മൾ കവി ആവണം, ആയേ അടങ്ങും എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് പാട്ടുകൾ അപ്പോഴേ എഴുതിയിരുന്നു. ഒത്തിരി പാട്ടുകൾ എഴുതിയിരുന്നു, കവിതകളും എഴുതിയിരുന്നു. ഇതെല്ലാം പണ്ട് അടക്കി വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ചോദിച്ച് എടുത്തുകൊണ്ട് പോയി പ്രസിദ്ധീകരിച്ചതേ ഉള്ളൂ. അല്ലാതെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ പോലും താല്പര്യപ്പെട്ടിട്ടുന്നില്ല. സത്യമാണ്. വേറൊരു അതിശയമുള്ളതെന്ന് വെച്ചാൽ ഈ മലയാള സിനിമകളിലെ ഏറ്റവും കൂടുതൽ തിരക്കഥയിൽ ഇടം നേടിയ കവി മധുസൂദനൻ നായർ എന്ന കവിയാണ്. അതായത് ഒരു സിനിമയിൽ നമുക്കറിയാം, സന്താനഗോപാലൻ സിനിമയിൽ
മലയാളത്തിന്റെ അതുല്യനായ നടൻ ജഗദീഷ് ശ്രീകുമാർ ഫോൺ എടുത്ത് നാരായണത്ത് ഭ്രാന്തൻ മുഴുവൻ ചൊല്ലി തീർക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഒരുപക്ഷെ മലയാളത്തിൽ മറ്റൊരു കവിക്ക് കിട്ടിയിട്ടില്ല. ഉണ്ട്, ഒരുപാട് പേർക്കുണ്ടാവും. എല്ലാ നല്ല കവികൾക്കും അങ്ങനെ ഭാഗ്യം കിട്ടട്ടെ, അത് വേറൊരു കാര്യം. ജഗതിയെ നമസ്കരിക്കുന്നു. ജഗതി കൂടെ കൂടെ എന്നെ വിളിച്ചിട്ട് അങ്ങ് എൻ്റെ ഗുരുവാണ് എന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ്. എവിടുന്ന് വിളിക്കുന്നത് പോലും എനിക്കറിയില്ല. ഫോണിൽ വിളിച്ചിട്ട് അങ്ങൻ്റെ ഞാൻ പാദം തൊട്ട് നമസ്കരിക്കുന്നു, ഗുരുവാണ് എന്ന് പറയും. കവിതകൾ കാണാപ്പാഠമായി എൻ്റെ. അദ്ദേഹം ഏതാണ്ട് ഈ പ്രത്യേക അവസ്ഥയിലായി വീട്ടിലായിരിക്കുമ്പോൾ പത്രക്കാരുള്ള സമയത്ത് ഞാൻ പോയില്ല, അല്ലാത്ത ഒരു സമയം പോയി. മറ്റൊരാവശ്യവും കൂടെ ആയിട്ട് എന്താ വെച്ചാൽ അവിടെ ഒരു മരം നടാൻ പോയതാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ട് പെട്ടെന്ന് ചിരിച്ചു. എല്ലാവർക്കും വിസ്മയമായി. ചിരിച്ചിട്ട് കൈയെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു. പോരും വരെ ആ കൈ പിടിവിട്ടിട്ടില്ലായിരുന്നു. അപ്പം ആ മനസ്സിൽ എന്തുണ്ടെന്ന് എനിക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റി. ഞാനിപ്പോഴും അത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ജഗതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിനയത്തിൻ്റെ ഒരു ജഗത്താണത്. എന്തുകൊണ്ടോ മലയാളത്തിന് അത് സമ്പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ യോഗം കിട്ടിയില്ല എന്ന്. അതൊരു വല്ലാത്ത മനുഷ്യനാണ്. അതുപോലെ തന്നെ സാറിൻ്റെ കവിതകളിൽ മിക്കവാറും നമ്മൾ കാണുന്നത് അതുവരെ ഉണ്ടായിരുന്ന ഒരു കാവ്യ അനുഭവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് സ്വന്തം കവിത ചൊല്ലുക മാത്രമല്ല, കാസറ്റ് സ്വന്തം കവിതയെ കേൾപ്പിക്കുക മാത്രമല്ല, മലയാളി നിശ്ചയമായും ഓർമ്മിച്ചിരിക്കേണ്ട, മറക്കാൻ പാടില്ലാത്ത മറ്റുള്ള കവികളെ, താങ്കൾക്ക് മുമ്പ് എഴുതിയ മഹാപ്രതിഭകളായിട്ടുള്ള മറ്റ് കവികളെ കൂടി സാധാരണക്കാരുടെ അടുത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അത് വേണം. കാരണം ഈ വളച്ചെഴുതുന്ന മലയാളത്തിൻ്റെ ഒരു ഒത്തിരി എഴുതാൻ പ്രയാസമുള്ള അക്ഷരം എന്ന് പറയുന്ന ലിപിയുടെ അകത്താണ് എല്ലാ ജ്ഞാനവും ഇരിക്കുന്നത് എന്നൊരു ധാരണ നമ്മുടെ അക്കാദമിക് പണ്ഡിതന്മാർ കുട്ടികളിലും മറ്റുള്ളവരിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വായന എന്ന് പറഞ്ഞാൽ പുസ്തകം നോക്കി മൗനമായിട്ടിങ്ങനെ നോക്കുന്നതാണ്. പുസ്തകം നോക്കി മൗനമായിട്ട് വായിക്കുക എന്ന് പറയുന്നത് യൂറോപ്പിലൊരു വിസ്മയമായിരുന്നു. മിലനിലെ പോപ്പ് മാത്രമായിരുന്നു ഒരു കാലത്ത് AD 5-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിൽ മിലനിലെ പോപ്പ് എന്ന് പറയുന്ന ആൾ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ എന്ന് ഒരു വിശ്വാസം യൂറോപ്പുകാർക്കുണ്ടായിരുന്നു. അവരത് പറയുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് ചുണ്ടനക്കാതെ വായിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് കൊച്ചുകുട്ടി പോലും ചെയ്യുന്ന കാര്യമാണ്. ചുണ്ടനക്കാതെ വായിക്കാൻ കഴിയുന്ന അത്രയും വലിയ കഴിവുള്ള ആളാണ് അദ്ദേഹം എന്ന് കരുതിയിരുന്നു. അങ്ങനെ ചുണ്ടനക്കാതെ വായിച്ചാലും ലിപിയാണ് നമ്മൾ വായിക്കുന്നത് എന്നൊരു ധാരണ പണ്ടില്ലായിരുന്നു. പിൽക്കാലത്ത് നമ്മുടെ ആധുനികരെല്ലാം ലിപിയിലാണ് എല്ലാം കണ്ടത്. ലിപിയല്ല, ലിപി ചിത്രമാണ്. ഭാഷ ചിത്രമല്ല, ഭാഷ സ്വനം ആണ്. സ്വനം, സോണൽ. ആ സോണൽ ആയിട്ടുള്ള അവതാരമാണ് ഭാഷയ്ക്ക്. ആ സൗണ്ട് അല്ലെങ്കിൽ സ്വനം, ആ സ്വനം തന്നെ ആൾ കേൾക്കണം. അതിനകത്താണ് ഭാഷ. ആ സത്യം പഠിപ്പിച്ചവർ നേരെ പഠിപ്പിച്ചില്ല, പഠിച്ചവർ പഠിച്ചില്ല, ചിന്തകർ ചിന്തിച്ചുമില്ല. അതാണ് കുഴപ്പം പറ്റിയത്. സ്വനത്തിനുള്ളിലാണ് ഭാവത്തിൻ്റെ താളം കിടക്കുന്നത്. ഭാവതാളത്തിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അക്ഷരം എണ്ണി വെച്ച് അടുക്കി വയ്ക്കുക, ഛന്ദസ് അനുഭവം കൊണ്ട് അറിയേണ്ടതാണ്. ആ ഛന്ദസ് ഒന്നും പഠിക്കാത്ത നാട്ടുംപുറത്തെ കൊച്ചു കുട്ടിക്കുണ്ട്. ഞാനേ ഇങ്ങനെ പറയുന്നതിനകത്ത് പറയാനുള്ളതെല്ലാം ആ സംഗീതം ഉള്ളിൽ തന്നെ ഉണ്ട്, ഭാഷയ്ക്കുള്ളിൽ തന്നെ. ഭാഷ സംഗീതമാണ്. ഭാഷയാണ്
മറ്റ് സംഗീതത്തെക്കാൾ വലിയ സംഗീതം, ഭാവസംഗീതം. അത് കവിതയിലൂടെ ജനത്തിന് കൊടുക്കുക ആവശ്യമാണ്. ഒരു ഭാഷയും ആ ഭാഷയുടെ ഓർമ്മയും നിലനിൽക്കണമെങ്കിൽ ഈ കേൾവി അനിവാര്യമാണ്. മനസ്സിലായല്ലോ? ആ കേൾവി കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള ഒരു കുറവാണ് അത് എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ജനത്തിന്, മറ്റുള്ളവർക്ക് കൂടുതൽ കേൾക്കാൻ സൗകര്യം കൊടുക്കുക. ഇന്ന് ഇതിൽ വെച്ചും ഒക്കെയാണല്ലോ കേൾക്കുന്നത്. സൂക്ഷ്മസ്വനഗ്രാഹി മൂളുകയാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സൂര്യൻ വിളിച്ചുവോ കേട്ടില്ല ഞാൻ, കാതിൽ സൂക്ഷ്മസ്വനഗ്രാഹി. ഹെഡ്സെറ്റിന്റെ മലയാളം അതാണ്. ഈ കാതിന് വെച്ച സാധനത്തിനാണ് ഞാൻ സൂക്ഷ്മസ്വനഗ്രാഹി എന്ന് വിളിച്ചത്. അത് വെച്ചിട്ട് മറ്റുള്ള ലോകത്തെ മുഴുവൻ അടച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്, ധ്യാനിക്കുകയാണെന്ന്. നല്ലതാണത്, മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല, എനിക്കിതിൽ തന്നെ മുഴുകാനും സാധിക്കും. പക്ഷേ സ്വയം തന്നെ നാദമായി പരിവർത്തനപ്പെടുക. നമ്മൾ നാദത്തിൽ കൂടെയാണ് ലോകം ഏറ്റവും കൂടുതൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്നത്. നാട്ടുമ്പുറത്ത് സുമേഷ് ഇപ്പോൾ ജീവിക്കുന്നത് ഏതാണ്ട് ടൗണിനേക്കാൾ കടുത്ത സ്ഥലത്താണ് അല്ലേ? ലോകം തന്നെ ഒരു ചന്തയാണ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ആർക്കും വിളിച്ച് ചോദിക്കാം, പങ്കാശിയുടെ അമ്മോ, ഉച്ചത്തിൽ വിളിക്കും. ആ വിളി ഏതാണ്ട് 1/2 കിലോമീറ്ററോളം അല്ലെങ്കിൽ 300 മീറ്റർ അപ്പുറത്താണ് വിളിക്കുന്നത്. ആ വിളി ഇപ്പുറത്തെ വീട്ടിൽ കേട്ടിട്ട് ഇവിടുത്തെ അമ്മ അങ്ങോട്ട് എന്തിനാണെന്ന് ചോദിക്കും. 2 പച്ചമുളക് കൊടുത്തു വിടിയും, ഉച്ചത്തിൽ വിളിക്കുക. എന്തൊരു തരത്തിലുള്ള അടുപ്പമാണ്. നാദം പോലെ ജന്തുവിനെയും മനുഷ്യനെയും പ്രകൃതിയെയും ഒരുമിപ്പിക്കുന്ന ഒരു സൂത്രം, ചരട്. ഇപ്പം നമ്മുടെ ഉപകരണം ഉണ്ട്, പക്ഷെ ഹലോ 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 എന്ന് 5 പ്രാവശ്യം വിളിക്കണം. പക്ഷെ ആത്മസൂത്രമാണ് നാദം. ആ നാദം നേരിട്ട് വേണം. നമ്മൾ യന്ത്രത്തിൽ കൂടെ കേൾക്കേണ്ടെന്നല്ല, പക്ഷേ പ്രത്യക്ഷനാദം വേണം, നേരിട്ട് കേൾക്കണം. അതാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയുന്നത്. ഒരാൾ പറയുന്ന ആ വികാരത്തിൻ്റെ ചൂടോടെ, മുഖത്തിൻ്റെ ഭാവത്തോടെ, കയ്യിൻ്റെ അനക്കത്തോടെ നമുക്ക് കിട്ടണം. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിറയും. അറിവ് നിറവാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിച്ചത് മഹാകവി പാലൂര് ഒരിക്കൽ പറഞ്ഞാണ്, എൻ്റെ ദിവസം തുടങ്ങുന്നത് മധുസൂദനൻ്റെ കവിത കേട്ടുകൊണ്ടാണ്. പാലൂര് മാഷ് ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം വൈലോപ്പള്ളിയുടെ കൃഷ്ണാഷ്ടമി താങ്കൾ ചൊല്ലുന്നത് കേട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ദിവസം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. അതൊരു വലിയ സുഹൃതമായിട്ടാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത്. കാരണം ഒരു കവി എന്നുള്ള നിലയിൽ കിട്ടാവുന്ന ഒരു വലിയ ഭാഗ്യമാണ് തനിക്ക് മുമ്പ് എഴുതിയ ഒരു കവിയുടെ ദിവസം, ഒരു വലിയ കവിയുടെ ദിവസം തുടങ്ങുന്നത് സ്വന്തം ശബ്ദത്തിലാണ് എന്നുള്ളത്. വൈലോപ്പള്ളി കവിതയിലെ ഏറ്റവും പ്രിയതരമായ ഏതെങ്കിലും ഒരു വൈലോപ്പള്ളി കവിതയുടെ ഒരു 4 വരി ചൊല്ലാമോ? തന്നെ വേണോ? സുമേഷ് ചൊല്ലു നോക്കട്ടെ. സാറിന്റെ ശബ്ദം ചൊല്ലേ, ആളുകൾ കേൾക്കട്ടെ. സുമേഷ് നന്നായിട്ട് ചൊല്ലുള്ളൂ. ചൊല്ലേ. ആവിധമഗ്രിമലോകരരോഗ മനോഹര ദേഹരുദാര മനസ്സുകൾ ദേവകൾ അറിയപ്പെട്ടിട്ടില്ല ധരണിയിൽ ഉത്തമ പൂർണ്ണ മനുഷ്യർ. അവരുടെ മുന്നിൽ പച്ച വിരിച്ചു സമസ്ത പദാർത്ഥമെടുത്തു വിലക്കിയവനി വിശിഷ്ട മഹാതിഥികൾക്കു വിദഗ്ധ കുലീന ഗൃഹസ്ഥ കണക്കേ ആണ് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു വൈലോപ്പള്ളിയുടെ ശ്ലോകം. വൈലോപ്പള്ളിയുടെ വരികൾ ഒരുപാടുണ്ട്. വൈലോപ്പള്ളി നമ്മുടെ എന്താണ് പറയണ്ടേ, വജ്രകവിയാണ്. അതുപോലെ ഏറ്റവും വേറെ ഇപ്പം സാറിപ്പം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ് ഈ വേനൽക്കൊരു മഴ എന്നൊരു കവിതയിൽ അവസാനത്തെ 2 വരി. ഹാ കന്മാഷമെഴാത്ത കൺമണികളെ, തൂവർഷബിന്ദുക്കളെ, നാഗം നിങ്ങളടർത്തു കൊണ്ടുവരുവോ, അമ്മയ്ക്ക്
അങ്ങയ്ക്കു കാണിക്കയായി. അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കവിതയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈലോപ്പിള്ളിയും ശരിക്കും പിയും വൈലോപ്പിള്ളിയും എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഈ സരസ്വത്യാസ്ഥാനദ്വയം എന്ന് പറയുന്നത് പോലെ വൈലോപ്പിള്ളി ആലോചനാമൃതവും മറ്റത് അല്ലല്ല, രണ്ടിലുണ്ട്. ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇടശ്ശേരിയെ കളയുകയല്ല, ഇടശ്ശേരി വേറൊരു തരത്തിൽ അപാര ദാർശനികതയും മനുഷ്യ സ്നേഹവും എല്ലാം കൂടെ ചേർന്നൊരു നമ്മൾ ഇന്ന് കേൾക്കുന്ന മുദ്രാവാക്യത്തിന്റെ എത്ര ഇരട്ടിയായിരുന്നു ഇടശ്ശേരി അധികാരം കൊയ്യണം ആദ്യം നാം അതിന് മേലാകട്ടെ. അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതെ അതെ, നമ്മളിപ്പോൾ പറയുന്ന പരിമിതമായ രാഷ്ട്രീയാർത്ഥത്തിനപ്പുറത്തേക്ക് വേറെ ഒരുപാട് അതിനുമേലാവട്ടെ പൊന്നാരിയാണ്. ചില ചെറിയ പ്രയോഗങ്ങൾ. അധികാരം എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണ് ഇടശ്ശേരി പ്രയോഗിച്ചത്. ഇത് സംഗതി അധികാരം എന്ന് പറയുന്നത് റൂളിംഗ് പവർ എന്ന് പറയുന്ന ഒന്ന് മാത്രമല്ല. അതാണ് അധികരണം എന്നൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അകത്തെ അർത്ഥം കൂടി അറിയുമ്പോഴേ അതിൻ്റെ സ്വാരസ്യം കിട്ടുള്ളൂ. നമ്മുടെ മലയാളിക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം ഈ തളിരു നുള്ളുന്ന സ്വഭാവം. പുറത്ത് കാണുന്ന തളിര് മാത്രം കടിച്ചങ്ങ് പോകും. നടുതല്ല പിടുങ്ങല്ലേ എന്ന് അമ്മ ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ്. തളിര് കടിക്കും പല്ലവഗ്രാഹികൾ. അതായത് തളിര് മാത്രം പുറത്തെ അർത്ഥം എടുക്കും, ഉള്ളിൽ എന്തുണ്ട് എന്ന് പിടികിട്ടില്ല. പല നിരൂപകരും എഴുതി കണ്ടിട്ടുണ്ട്. അവർക്കിതൊന്നും പിടികിട്ടിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കവിത വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരുപാട് നിരൂപകർ മലയാള നാട്ടിലുണ്ട്. എല്ലാ നിരൂപകരെയും അടച്ചു പറയുകയല്ല. ചിലരൊക്കെ വലിയ ആശാന്മാരായിട്ടും ആശാത്തികളായിട്ടും എഴുതുമ്പോൾ അവർക്കിതൊന്നും പിടികിട്ടിയിട്ടില്ല. പക്ഷെ അവർ പറയുന്നതാണ് അന്തിമമായ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എന്ന് അവർക്കൊരു തോന്നലുണ്ട്. അങ്ങനത്തെ കുറേ ജഡ്ജസ് വന്നിട്ട് മലയാളത്തിനെ തെറ്റിച്ചിട്ടുമുണ്ട്, മലയാള ബോധത്തിനെയും തെറ്റിച്ചിട്ടുണ്ട്. നമുക്കതല്ല വേണ്ടത്. അന്തിമ വിധികൾക്ക് മുമ്പ് ആസ്വാദനമാണ്. നാട്ടുംപുറത്തുള്ളവനും വലിയ തട്ടുംപുറത്തുള്ളവനും ഒരുപോലെ കവിത സാഹിത്യം ആസ്വദിക്കണം. നമ്മുടെ സാഹിത്യത്തിൽ നിന്ന് നമ്മൾ കെട്ടുകെട്ടിച്ച ചില സാധനങ്ങളുണ്ട്. ഒന്ന് നാടകം. നാട്ടുംപുറത്തെ നാടകങ്ങളില്ലാതായി തന്നെ. നാടകം കാണാനും ആളുകളില്ലാതായി. നല്ല നടന്മാർ സിനിമയിൽ ചേക്കേറി. തിലകനെപ്പോലുള്ളവർ, ഗോപകുമാറിനെപ്പോലുള്ളവർ, നെടുമുടിയെപ്പോലുള്ളവർ എല്ലാം. പക്ഷേ നാടകത്തിന് വേണ്ടി ജന്മം കളഞ്ഞ ചിലരുണ്ട്. എൻ പിള്ളയും കാവാലം. കാവാലം പുതിയ പരീക്ഷണങ്ങളിലൂടെ. കാവാലത്തിനെ എത്രയാണ് നമ്മൾ മാനിച്ചത്? കാവാലത്തിനെ എത്രയാണ് നമ്മൾ മാനിച്ചത്? ആലോചിച്ച് നോക്ക്. ശരിയാ, കാവാലത്തിനെ നമ്മൾ മൈൻഡ് ചെയ്യണില്ല. നമ്മൾ കണ്ടിട്ടുള്ളതിൽ ലോകത്തെ ഏറ്റവും വലിയ നാടക പ്രവർത്തകരിൽ ഒരാളാണ്. നമ്മൾ വിസ്മരിച്ചു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സാഹിത്യത്തിലുണ്ട്. ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തില്ല, പക്ഷേ എല്ലാവരിലും ഈ അക്ഷരം തേനും വയമ്പും എന്ന പോലെ കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കൊച്ചു കുട്ടികൾ ഇത് ചൊല്ലാൻ തുടങ്ങി, പ്രായമായവരും ചൊല്ലാൻ തുടങ്ങി. സുമേഷ് നേരത്തെ പറഞ്ഞല്ലോ, പാലൂർ പറഞ്ഞ. എനിക്ക് ഞാൻ ഞെട്ടിയതും വിറച്ചതും പുളകം കൊണ്ടതുമായ ഒരു കത്തുണ്ട്. 2 കത്തുകളുണ്ട്. ഇവരാരും എനിക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ആരാധിക്കുന്നവരാണ്, പക്ഷേ അവരെ ഞാൻ സമീപിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഒന്ന് MT വാസുദേവൻ നായർ. ഒരു ഇംഗ്ലണ്ട് വന്നു പൊട്ടിച്ചു നോക്കിയപ്പോൾ അദ്ദേഹമാണ് കവിത കേൾക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എവിടുന്ന് എൻ്റെ വിലാസം കണ്ടുപിടിച്ചു പോലും എനിക്കറിയില്ല. പിന്നൊരു കത്ത് വന്നത് സെക്കന്ദരാബാദിൽ നിന്നാണ്. അത് തുറന്നു നോക്കിയപ്പോൾ OV വിജയൻ. എന്നും നാറാണത്ത് ഭ്രാന്തൻ കസറ്റ് കേട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. OV വിജയൻ.
അതാണ് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞത്. വാചസ്പതിയാണോ ഒ വിജയൻ? അതെ, ഇവർ രണ്ടുപേരും ആരാ? അതെ, എം ടി വാസുദേവനായാലും അങ്ങനെ തന്നെയാണ്. എം ടി എന്ന് പറഞ്ഞാൽ വാത്സല്യത്തിൻ്റെ കുടമാണ്. കേരളം കണ്ട അക്ഷര വാത്സല്യത്തിൻ്റെ കുടമാണ് എം ടി വാസുദേവൻ. ഒ വി വിജയൻ എനിക്ക് വളരെ അകലമുള്ള ആളാണ്. ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. ശരിക്കും ഒ വി ഉഷയെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ എഴുതണമെങ്കിൽ അപ്പോൾ ഈ കവിത എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ ഒരമ്മ പൂജപ്പരെന്ന് എനിക്ക് എഴുതി, ഇവിടുത്തെ പൂജപ്പരെന്ന് എഴുതി. മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് എഴുത്ത്. മോനെ എനിക്കൊന്ന് കാണണം, ഈ കവിത ഞാൻ ദിവസവും കേൾക്കുകയാണ്, കേട്ടിട്ട് പോരാ, എനിക്ക് നേരിട്ട് കാണണം. ഇതേതാണ് ഈ അമ്മയെന്ന് എനിക്കറിയില്ല. ഞാനിത് നാളെ കാണാം മറ്റന്നാൾ കാണാമെന്ന് വെച്ച് വിട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ പൂജപ്പുര പ്രദേശത്തൊരു സമ്മേളനത്തിന് ഞാൻ ചെന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ എവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മയെ ഒന്ന് കാണണം, എനിക്കൊരു കടമുണ്ട് അവരെ കാണാൻ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സാർ, അവർ മരിച്ചു. ഇങ്ങനെ ആ അമ്മ കവിത കേട്ട് ജീവിച്ചാണ്. ഇനി സന്താനഗോപാലം ദിവസവും കേൾക്കുന്ന ഒരമ്മയുണ്ടായിരുന്നു, ഒരു ഉമ്മ. നമ്മുടെ MLA ശ്രീ ഖാദർ, KNA ഖാദർ, അദ്ദേഹം ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, 2 മാസം മുമ്പെങ്കിലും ഞാൻ വരേണ്ടിയിരുന്നു, പറ്റിയില്ല. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നും രാവിലെ അടുക്കളയിൽ സന്താനഗോപാലം കവിത എഴുതും. അത് കേൾക്കാതെ ഉമ്മ ഒരു ദിവസവും കടന്നു പോയിട്ടില്ല. ഉമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ മോനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വന്നു. എനിക്ക് സാധിച്ചില്ല, ഉമ്മ സാറിനെ കാണാതെ അങ്ങ് പോയി. സ്വതമ ടീച്ചർ പറഞ്ഞ സമാന ഹൃദയ എവിടെയോ ഇരുന്ന് ഇത് എങ്ങനെയുണ്ട്. അതുപോലെ ഫോർട്ട് കൊച്ചി എന്നൊരു ചെറുപ്പക്കാരൻ എനിക്ക് എഴുതി, ഞാൻ കിടപ്പാണ്, ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആഹാരം, കവിത. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരിലേക്കും ഇത് എത്തുന്നത് നാദത്തിൽ കൂടെയാണ്. അതെ, നമ്മൾ ഹൃദയപൂർവ്വം ചെയ്യുന്നത് ആളുകളുടെ ഉള്ളിൽ പ്രവേശിക്കും. അത് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം, പഴയ നാട്ടിൻപുറത്തെ മനുഷ്യൻ്റെ പരസ്പരമുള്ള സൗഹൃദ ഭാഷണമല്ലേ, ആ ഭാഷണത്തെ തിരിച്ചെടുക്കുകയാണ്. നമ്മുടെ പെരുമ്പടവ് ശ്രീധര സാറിൻ്റെ ഭാര്യയും നാരായണത്ത് ഭ്രാന്തന് ഇഷ്ടം പോലെ പെരുമ്പടവൻ ചേട്ടൻ്റെ ഭാര്യ അതുപോലെ നേരിട്ട് ചൊല്ലിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവർ എന്തൊരു സ്നേഹമാണെന്നറിയോ, വാത്സല്യമാണ്. ആ സ്നേഹത്തോടു കൂടി എന്നെ കൊണ്ട് ചൊല്ലിച്ചിട്ടൊക്കെ ഉണ്ട് അവർ. പിന്നെ സാറ് വേറൊരു ബുദ്ധി കാണിച്ചു എന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. സാറ് സൗകര്യപൂർവ്വം ഒരു CD, ഒരു കാസറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു, ചേച്ചിക്ക് ഇഷ്ടമുള്ളപ്പോൾ കേട്ടോളം പറഞ്ഞു. അവരിതിനെ വേറൊരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് നേരിട്ട് ചൊല്ലിയതിനുണ്ട്, നിങ്ങൾ വേറെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും സ്നേഹവതിയായ ഒരു അമ്മയാണ് അവർ. പെരുമ്പടവൻ ചേട്ടനെ പോലെ തന്നെയാണ്, സ്നേഹമാണ് അവർ, കുടുംബം തന്നെ. ആ സ്നേഹമാണ് നാട്ടുംപുറത്തിൻ്റെ സ്നേഹം. അതെ, ഞാൻ പറഞ്ഞതാണ്, പ്രകൃതിയുടെ സ്നേഹം, നാട്ടുംപുറത്തിൻ്റെ സ്നേഹം, പുഴകളുടെ സ്നേഹം, കിളികളുടെ സ്നേഹം, വായുവിൻ്റെ സ്നേഹം, ഇതൊക്കെ തിരിച്ചു വരുത്താനുള്ളൊരു സമയമാണിത്. അതെ, അരുവിക്ക് ജലദോഷം പിടിച്ചെന്നാലോ കുരുവിക്കും അതിന് ദോഷപ്പകർച്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം താങ്കൾ എഴുതി, അതുകൊണ്ടാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതെ, നമുക്ക് വരുന്ന ദോഷം മറ്റുള്ളവർക്ക് പകർത്താതിരിക്കാൻ നമുക്കുള്ള അല്പം ഗുണം മറ്റുള്ളവർക്ക് കൊടുക്കാനും സഹായിക്കണം. നമ്മളെല്ലാത്തിലും എന്ത് കൃത്രിമം കാണിക്കാൻ നോക്കുന്നത്, കാരണം നമ്മൾ സ്വാർത്ഥന, നമ്മൾ മാത്രമല്ല നമ്മൾ എന്ന് തിരിച്ചറിയാതെ പോകുന്നുകൊണ്ടാണ്. അതാണ് കാര്യം. നമുക്കുണ്ടാക്കേണ്ടുന്നത് ശരിക്കുള്ള സോഷ്യലിസമാണ്. എങ്ങനത്തെ ശരിക്കുള്ള സോഷ്യലിസം? ഒരു കൊച്ചു തുമ്പിക്കും ഗരുഡനും ഒപ്പം ഈ എല്ലാ മനുഷ്യനും ഒരുപോലെ ഈ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ വലിയ ഇടം ഉണ്ടാവണം. അതാണ് വേണ്ടത്. എല്ലാത്തിനെയും പാലിച്ചുകൊണ്ട് സന്തുലിതമായൊരു ജീവിതം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ്. ആദ്യം എൻ്റെ അഹന്ത ഞാൻ കളയണം, ഇതാണ് ആവശ്യം. അവിടെ ഈ കമൻറ്റ് ചെയ്തിരിക്കുന്നത്
സരസ്വതി സുരേഷ് കവിത എഴുതുന്ന ആളാണ്. കമൻ്റ് എഴുതുന്നത്, സാർ ഞാനും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുന്നതും സാറിൻ്റെ യൂട്യൂബിലെ കവിതകൾ കേട്ടുകൊണ്ടാണ് എന്നാണ്. അവർക്ക് പ്രത്യേകം നമസ്കാരം. കാരണം അതുപോലെ അഗസ്ത്യ ഹൃദയം എന്ന കവിത 4 വരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഗസ്ത്യ ഹൃദയത്തിൻ്റെ ഒരു 4 വരി. കവിത ചുമ്മാ പാടുകയും കേൾക്കുകയും ചെയ്താലും പോരാ, അതിൻ്റെ അകത്തേക്ക് കാരണം. അഗസ്ത്യ ഹൃദയം പലർക്കും പലതായിട്ട് തോന്നും. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, സാർ എന്തായാലും സാർ നല്ല കാര്യമാണ് ചെയ്തത് കേട്ടോ. വടകര വെച്ച് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ വലിയ കാര്യമാണ്. എന്താണ്? രാമന് 2 കൊടുത്തല്ല. സന്തോഷം, അദ്ദേഹത്തിൻ്റെ സന്തോഷം. രാമന് 2 കൊടുത്തു. പിന്നെ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സാർ അഗസ്ത്യ ഹൃദയം കവിതയൊക്കെ കൊള്ളാം, സാർ പാടിയിരിക്കുന്ന കൊള്ളാം, പക്ഷെ അത് ശരിയായില്ല. എന്താണ്? സാർ രാമനെ തെരുവിലിറക്കി കളഞ്ഞില്ലേ? 2 പേരും അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയാതെ അവരവർക്ക് തോന്നുന്നതേ കാണാൻ പറ്റൂ. ആ തോന്നലിനെ വികസിപ്പിക്കാനാണ് കവിത. അതെ, ഞാൻ എൻ്റെ ഇത്തിരി കണ്ണുകൊണ്ട് നോക്കുന്നത് മാത്രമല്ല, ഒറ്റക്കണ്ണൻ നോട്ടമല്ല വേണ്ടത്, പടർന്ന നോട്ടങ്ങൾ വേണം. അഗസ്ത്യ ഹൃദയം അതിലേക്കാണ് വാസ്തവത്തിൽ നയിക്കേണ്ടത്. അതിലെ രാമൻ എൻ്റെ ഉള്ളിലെ എനിക്ക് വേണ്ടി മാത്രം രമിക്കുന്നവനായ രാമനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതെ, രമിക്കുന്നവനാണ്, സ്വയം രമിക്കുന്നവനായ രാമൻ. ഇപ്പോഴത്തെ എല്ലാവരും അങ്ങനെ അവനവൻ്റെ കാര്യമാണ്. എനിക്കെന്ത് കിട്ടും, എനിക്കെങ്ങനെ മന്ത്രിയാവാനൊക്കും, എനിക്കെങ്ങനെ മറ്റേതാ സ്ഥാനം എടുക്കാനൊക്കും, എനിക്കെന്ത് പിടിക്കാനൊക്കും, എല്ലാവർക്കും. അത് മാത്രമല്ല, അവനവനിലേക്ക് മാത്രം ഊന്നിയിട്ടുള്ള ഒരു വല്ലാത്ത വളർച്ച മനുഷ്യനുണ്ട്. അവനെ അകത്തിരുന്നു കൊണ്ട് ഒരു യൂണിവേഴ്സൽ, ഒരു സാർവലൗകിക പുരുഷൻ ആയ മനസാക്ഷി നയിക്കുന്നതാണ്. സ്വയം കണ്ടെത്തലിൻ്റെ പർവ്വതമാണ് അഗസ്ത്യകൂടം. തന്നെ തിരിച്ചറിയുകയാണ്. അവനവനിലെ കുടത്തിനകത്തിരിക്കുന്ന അവനവൻ്റെ സത്വത്തെയും സ്വത്വത്തെയും കാണുക. അങ്ങനെ കാണുമ്പോൾ ലോകം സുന്ദരാവും. അവര് കാണുന്ന രാമൻ ഒരു പക്ഷേ ഫ്ലക്സിൽ 5 മില്യം പിടിച്ചിരിക്കുന്ന രാമനായിരിക്കും. അതാണ് പ്രശ്നം. അത് വേറെ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് ഗ്രഹിക്കാനുള്ള സാധനങ്ങൾ ആ കവിതയ്ക്കകത്തുണ്ട്. കവിതയുടെ ഏറ്റവും ഒടുവിൽ വരുന്നത് 3 കുടത്തിനകത്ത് അഗസ്ത്യനെ കാണാമെന്നാണ്. അഗസ്ത്യൻ കുടത്തിൽ ജനിച്ചവനാണെന്ന് പറയുന്നത്. ഒരു കുടം ശരീരത്തിൻ്റെ കുടം, 2 മനസ്സാകുന്ന കുടം, 3 വാക്ക് എന്ന് പറയുന്ന സമ്പൂർണ്ണ പ്രപഞ്ചസ്വരൂപത്തിൻ്റെ കുടം. ഇതിനുള്ളിലൂടെ സ്വയം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അതാണ് യോഗം. അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ. കുടം കൊണ്ടുപോകുമ്പോൾ അമ്മ ചോദിക്കുന്നത്. അതെ, അത് വേറെ. ഇത് ഞാൻ ഈ ഉദ്ദേശിച്ചത് അഗസ്ത്യൻ കുടത്തിൽ ജനിച്ചവൻ എന്നുള്ള ആ സങ്കല്പം വെച്ചുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം തന്നെ ഒരു കുടമാണ്. അതിനകത്തെ കൊച്ചു കുടമാണ് ഞാൻ. കുഞ്ഞ് പ്രപഞ്ചകോശമുണ്ട്. നമ്മുടേത് ചെറിയ കോശമാണ്. ഈ കോശത്തിനകത്താണ് ഞാൻ എന്നെ അടക്കിയിരിക്കുന്നത്. ആ എന്നെ വലുതാക്കി കാണണം. വലുതാക്കി കാണുമ്പോഴേ വിശ്വദർശനം, വിശ്വമാനവികത ഒക്കെ ഉണ്ടാകും. ആ കാഴ്ചയാണ് വേണ്ടത്. സങ്കുചിതമായ ഏത് കാഴ്ചയും ഏത് വിധിയും അപകടം ചെയ്യും എന്ന് കരുതിയിട്ടാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ എഴുതിയത്. പക്ഷെ അത് അവിടം വരെ ആരും ഗ്രഹിച്ചില്ല എന്നതേ ഉള്ളൂ. ഭാഗ്യത്തിന് ഒരു നിരൂപകനും അതിനെങ്ങനെ വിലയിരുത്തിയിട്ടുമില്ല, വിലയിരുത്താൻ പോയിട്ടില്ല, ആരും തൊട്ടിട്ടില്ല. നാമകീർത്തനത്തിൽ പറയുന്ന പോലെ ആകാശ സൂക്ഷ്മതനുവും അകമേവ വിശ്വതനുവും. അതാണ്, അത് തന്നെയാണ് ഇപ്പം അഗസ്ത്യ ഹൃദയം. ഇത്രയും 4 വരി മുൻവചനം പറഞ്ഞതാണ്. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാട് താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാട് താണ്ടാം,
നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയുമമ്പും നീട്ടിയിരതിരഞ്ഞും ഭാണ്ഡമൊലി പാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മല കയറുമീ നമ്മളൊരു വേള ഒരു കാതമേ ഉള്ളു മുകളിലെത്താൻ. ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും, ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം ജ്വരമാണ്ടൊരുടലിന് ശാന്തി ചൈതന്യം. ചെറിയൊരു ഇതുണ്ട്, ഒരു വെള്ളം കുടിക്കണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ ഓർമ്മിച്ച വേറൊരു കാര്യം പറയും. സാറിനോട് എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പറ്റിയിട്ടില്ല. ഇപ്പോൾ സവിശേഷമായ സാഹചര്യമാണ് ചോദിക്കാം. മായിയമ്മയെ കണ്ടിട്ടുണ്ടോ? പണ്ട് കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു 4 വയസ്സോ 5 വയസ്സോ ഉള്ളപ്പോൾ കന്യാകുമാരി പോയിട്ടുണ്ട്. കണ്ട ഓർമ്മയുണ്ട് ലേശം, രൂപമൊക്കെ. IMAയിൽ കൂടെ ഞാൻ പിന്നീട് കണ്ടത് വേറെ പലതുമാണ്. ആ ഒരമ്മ മാത്രമല്ല, ഇപ്പോഴും ഞാൻ മായിയമ്മയുടെ പടം സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ മായിയമ്മ ഒരു പ്രതീകമാണ്. അത് അഖില ഭാരത മനസ്സിൻ്റെ പ്രതീകമാണ്. അങ്ങനെയാണ് ആ കവിത എഴുതിയത്. വേദങ്ങളാകുന്ന പട്ടികളെയും തെളിച്ചുകൊണ്ട് പോകുന്ന മായിയമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ അത് വായിക്കുമ്പോഴേ ഞാൻ ആലോചിച്ചു, ഈ താങ്കളുടെ ഉള്ളിൽ ആ മായിയമ്മ എന്നൊരു രൂപം അത്ര കണ്ട്. KS ചിത്ര എഴുതിയിട്ടുണ്ട്, മായിയമ്മ ഒരിക്കൽ വളരെ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടുവെന്നും മായിയമ്മ അവരടുത്ത് വന്നിട്ട് ഹിന്ദിയിൽ ഗീത് കി റാണി സംഗീത് കി റാണി എന്ന് പറഞ്ഞ് തലോടിയിട്ട് നടന്നുപോയി എന്നും കേട്ടിട്ടുണ്ട്. വല്ലാത്തൊരു അമ്മയാണത്. എനിക്ക് തോന്നുന്നുണ്ട്, നമ്മൾ 10 PhD എടുത്താലൊന്നും വലിയ ആളാവില്ല. അതെ അതെ, എല്ലാവരിലും എന്തോ പ്രപഞ്ചത്തിൻ്റെ ദിവ്യത്വം നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ നിസ്സാരര് എന്ന് കരുതുന്ന ആളിൽ പോലും എന്തോ ഒന്നുണ്ട്. അത് കാണാനാണ് നമ്മുടെ പുതിയ ഫിസിക്സ് അവിടേക്ക് എത്തും. കാരണം എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന എനർജി എന്ന് പറയുന്ന ഒന്നാണ്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നതും ഒന്നാണ്. DNA പഠനം അവിടെ എത്തുമ്പോൾ അറിയാം, ആ അമ്മയിലും എന്തോ അതിസാന്ദ്രമായി എന്തോ ഒന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ അമ്മ എല്ലാവർക്കും ആരാധ്യയായി മാറിയത്. അവർക്കെന്തോ കാഴ്ചകളുണ്ടായിരുന്നു. വേറൊരു വലിയ കാര്യം, എല്ലാവരും എന്തും കൊടുക്കാം എന്ന് പറഞ്ഞാലും വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു മനസ്സാണ്. നമുക്ക് എത്ര കിട്ടിയാലും തീരില്ല. പക്ഷേ മറ്റത് അങ്ങനെയല്ല, വേണ്ട. അവിടെ ആ അമ്മയെ സ്നേഹിക്കുന്ന ആര് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. മേനിയിൽ വാടും കൊഴുന്തിനും കയ്യിലെ മാലയ്ക്കും ഒപ്പം വിലപേശി കയ്യിൽ കിട്ടിയ ചില്ലിയും കൊണ്ട് ഒരു കോലം കെട്ട കുരുന്നു പെണ്ണ് ചാരത്തു വന്നു തിരക്കുന്നു, അമ്മയ്ക്ക് ചോറോ കഞ്ഞോ ചാപ്പാട്. ഞാൻ കണ്ടു ഒരു കുട്ടി, പാവം ഒരു കൊച്ചു പെൺകുട്ടി
ഒരു മാല വിൽക്കുമ്പോൾ മാല മാത്രമല്ല വിൽക്കുന്നത്, അവളുടെ ശരീര സൗന്ദര്യം കൂടിയാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഈ പാവപ്പെട്ട ഒന്നുമില്ലാത്ത പാവം കുട്ടികളാണ് ശരിയായ അമ്മയെ കണ്ടെത്തുന്നത്. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കന്യാകുമാരി പോകുന്നവരല്ല. ആ വ്യത്യാസം കണ്ടു. ആരാണ് സമൂഹത്തെ സ്നേഹിക്കുന്നത്? ആരാണ് നന്മയെ സ്നേഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ തീരെ താണവർ എന്ന് കരുതുന്നവർക്കാണ് ഈ സ്നേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർക്കും നമ്മൾ പുതിയ മോഹങ്ങൾ കൊടുത്തതുകൊണ്ട് അവരവിടെ നിന്ന് വിട്ടു. സാറ് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്, സാറ് മഹത്തുക്കളായ വലിയ ആളുകളെക്കുറിച്ച് എന്ന് വെച്ചാൽ പ്രശസ്തിയുള്ള ആളുകളെക്കുറിച്ച് മാത്രമല്ല സാറിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, സാറ് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, ഈ ഊരമ്പിലെ മുളക് കച്ചവടക്കാരൻ്റെ കണക്ക് കൂട്ടൽ വേഗതയെക്കുറിച്ച് സാറ് വാചാലനാവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവനിങ്ങനെ ഒരു 4-5 ലിസ്റ്റ് എഴുതിയിട്ട് എത്ര ആഴ്ചയെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് കണക്ക് കൂട്ടിത്തരും, നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ശ്രീകണ്ഠേശ്വരത്തെ മുറുക്കാൻകടക്കാരനെ കുറിച്ച് സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര വലിയ VIP വന്നാലും താമസം ഒന്നും പുറകെ നിന്നാൽ മതി, നേരത്തെ വന്നവർക്ക് കൊടുക്കട്ടെ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ എപ്പോഴും തൊഴുന്നു. അതാണ് നീതി. കാരണം ഇതൊന്നും പുസ്തകങ്ങളിൽ വരാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതെ അതെ, സ്വന്തം കർമ്മം നന്നായിട്ട് ചെയ്യുക. അതെ, ആരെയും പേടിക്കണ്ട, അവർക്ക് ആരെയും പേടിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പേ ഒതുങ്ങി നിൽക്കും, മാറി നിൽക്കും. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറി നിൽക്കും, ആ വരി അനുസരിച്ച് എന്നെയും പരിഗണിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, സാറ് കാണിച്ചു തന്നിട്ടുണ്ട് എനിക്കൊരിക്കൽ. അത് 80-85 വയസ്സുവരെ അദ്ദേഹത്തിന് ഇപ്പോഴും സ്വന്തം കർമ്മം ചെയ്യാനുള്ള ശേഷിയെ ഉപയോഗിച്ച് ജീവിക്കുന്നു എന്നത് തന്നെ ആ മനുഷ്യനെ തൊഴാനുള്ളൊരു കാരണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മനുഷ്യരിലും എന്തോ വലിപ്പങ്ങളുണ്ട്, അത് കാണാതെ പോകരുത്. അത് കാണുകയും അതേ വലിപ്പം നമുക്ക് ആർജിക്കാൻ പറ്റിയില്ലെങ്കിലും അതിലേക്ക് ശ്രമിക്കുകയും ചെയ്യാം. അല്ലാതെ ഞാൻ കുറച്ച് പുസ്തകം കാണാപ്പാഠം പഠിച്ചുകൊണ്ട് മാത്രമാവില്ല. പഠിക്കണം, ഒരുപാട് പഠിക്കണം. ലോകത്തുള്ള എമ്പാടുമുള്ള എല്ലാം പഠിക്കണം. പഠിക്കേണ്ടത് പഠിക്കാതിരിക്കരുത് എന്നത്. സാറ് പറയുമ്പോൾ ഞാൻ ഓർമ്മിച്ചത്, MT വാസുദേവനെ പോലെ അല്ലെങ്കിൽ സുഗതകുമാർ ടീച്ചറിനെ പോലെ, ഹൃദയകുമാർ ടീച്ചറിനെ പോലെ ഒക്കെയുള്ള വിഷ്ണുനാരായണൻ നമ്പൂരി സാറിനെ പോലെ. വിഷ്ണുനാരായണൻ നമ്പൂരി സാറിനെ വിളിക്കുന്ന പേര്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, വിളിക്കുന്ന പേര് മധുസൂദന സരസ്വതി എന്നാണ്. സാറിനെ കുറിച്ച് എപ്പോഴും സംസാരിച്ചാലും പറയും, ഞാൻ മധുസൂദന സരസ്വതി എന്നാണ് വിളിക്കാറ് എന്ന് പറയാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ തന്നെ ഒരു വലിയ കവിയാണ് മധുസൂദന സരസ്വതി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രജ്ഞാ ബലത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വാത്സല്യം സാറിനോട് ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണ് അദ്ദേഹം വളരെ സ്നേഹത്തോട്. ചെമ്പറന്ന വീട് എന്ന കൃതിക്ക് അദ്ദേഹം മുൻകുറിപ്പ് എഴുതുമ്പോൾ മധുസൂദനൻ നായർ പറഞ്ഞിരിക്കുന്ന അച്ഛൻ പിറന്ന വീട് എനിക്ക് അസലായി മനസ്സിലായി എന്നാണ്. നേരെ വായിച്ചിട്ടില്ല. നിങ്ങൾക്കും അത് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് അനുവാചകർക്ക് മുമ്പിൽ തുറന്നിടുന്നത്. കുറച്ച് ജോലിയുള്ളതാണ്, പക്ഷെ അദ്ദേഹത്തിനത് മനസ്സിലായി. അതെ, അത് മനസ്സിലാക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അതുപോലെ ചിലരൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ നമ്പൂരി സാറിന് മാത്രമല്ല അറിയാൻ പറ്റുന്നത്, പക്ഷെ നമ്പൂരി സാറ് അതിൻ്റേതായ തലങ്ങളിൽ ഗ്രഹിച്ചു. ചിലർ അനുഭവത്തിലൂടെ മാത്രം അറിയുന്നു. അതായത് വാക്ക് എന്ന കവിത കേട്ടിട്ട്, കവിത യാദൃച്ഛികമായിട്ട് തൃശ്ശൂർ സാഹിത്യ അക്കാദമി നിൽക്കുമ്പോൾ കുറച്ച് കുട്ടികളെ കൊണ്ട് ഞാൻ കുറേ കവിത ചൊല്ലിച്ചു. മറ്റുള്ളവരുടെ കവിതകൾ, ഉള്ളൂരിൻ്റെ, അവരുടെയൊക്കെ, വള്ളത്തോളിൻ്റെ, ഉള്ളൂരിൻ്റെ, അങ്ങനെയുള്ള എല്ലാ നാടൻ പാട്ടുകളൊക്കെ. അപ്പോൾ അതിലൊരു കുഞ്ഞ് എന്നോട് പറഞ്ഞു, സാർ വാക്ക് എന്ന കവിത മുഴുവൻ ഒന്നും മനസ്സിലായില്ല, പക്ഷേ അത് എൻ്റെ ആത്മാവിൽ നിറച്ചുണ്ട്. അത്രയും മതി അറിവ്. അങ്ങനെ ആത്മാവിൽ നിറയുന്നത് അവാച്യമായി തന്നെ കവിത അനുഭവമാണ്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴാണ് ഒരു കവിത സഫലമാവുന്നത്. ഒരു ബെർട്രാൻഡ് റസ്സലിൻ്റെ ചിന്തകളെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചാൽ കവിതയാവില്ല. കുറച്ച് ആശയങ്ങൾ
പറഞ്ഞ് ആളുകളെ ഇളക്കാൻ നോക്കിയാലും കവിതയാവില്ല. അത് അപ്പോഴും പോവും. അനുഭവമാണ്, അതിന് രസം. അതെ, രസിക്കുന്നത്, രസനയിലൂടെ അറിയുന്നത്. രസമാണ് പ്രധാനം. സാറിൻ്റെ സഹപ്രവർത്തക എഴുത്തുകാരിയും കൂടെ ഡോക്ടർ ലേഖ നരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സാറിനോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞുള്ള ഭാഗ്യത്തെക്കുറിച്ച്. അയ്യോ, ലേഖ മിടിക്കുക, വളരെ മിടിക്കുക, നല്ല ഡെഡിക്കേറ്റഡ്. ആ ഓർമ്മയിലെ സെന്റ് സേവേഴ്സ് കാലത്തിനെ കുറിച്ച് ഒന്ന് പറയാം, ആ കടലിന്റെ സംഗീതവും. എനിക്ക് അവര് ലേഖ വളരെ ആത്മാർത്ഥതയും ആത്മാർപ്പണമുള്ള ഒരു അധ്യാപിക. അതെ അതെ, എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയധികം കുട്ടികളുടെ കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും താല്പര്യം വളരെയധികം അങ്ങനെയുള്ളവരവർ. അങ്ങനെ കുറച്ച് അധ്യാപകരുടെ കൂടെ ആണ് കുറച്ച് ദിവസം സെൻറ്റ് സേവേഴ്സിൽ കഴിഞ്ഞത്. പക്ഷേ ഞാൻ സെൻറ്റ് സേവേഴ്സ് നല്ല കടൽ തീരമാണ്, കടൽ തീരത്ത് അധികം അവിടെ പോയിട്ടില്ല. എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, നല്ല കാറ്റ്. ഞാൻ സാറിന് നേരിട്ട് കാണുന്നതിന് മുമ്പ് ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലാണെന്ന് തോന്നുന്നു, സാറ് റിട്ടയർ ആവുന്ന ആ സമയത്ത് കടലിനെ നോക്കിയിരിക്കുന്ന ഒരു പടവുമായിട്ട് കവി വിടവാങ്ങുന്നു, കോളേജിൽ നിന്ന് വിടവാങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ, അത് നോക്കൂ, നമ്മുടെ ഈ വായും മൂക്കും മൊത്തം കെട്ടുന്ന മൂവാര, പഴയ നമ്മുടെ മാടുകൾ കിടുന്ന മൂവാര പോലെ ഇപ്പം കാത് ചുറ്റി ഈ സാധനം എടുക്കും. അതിനേക്കാൾ സ്വാതന്ത്ര്യമുണ്ട് ഇതിന്. അതെ, പണ്ടത്തെ അപ്പൂപ്പന്മാർ ഉപയോഗിച്ചിരുന്ന നേരിയതെന്നാണ് പറയുന്നത്. അല്ല, ഉത്തരീയം. ഉത്തരീയം ശരീരത്തിൻ്റെ ഉത്തരഭാഗത്ത് ധരിക്കുന്നതാണ് ഉത്തരീയം. ഇങ്ങനെ ഇട്ടാൽ ഇതൊരു സുഖമായിട്ട്, ഒപ്പം നമുക്ക് ഇത്തിരി കയ്യോ കാലോ തുടയ്ക്കുകയും അതിനാണ് ഈ സാധനം ഇട്ടിരുന്നത്. അതുകൊണ്ട് ആണ് ഞാനിത് ഇത് തന്നെ എടുത്ത് ചുറ്റിയത്. അപ്പോൾ പറഞ്ഞത് കടൽത്തീരത്തിരിക്കുന്ന പടം, കടൽത്തീരത്തിരിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എനിക്ക് അച്ഛൻ പറഞ്ഞ അറിവേ ഉള്ളൂ. അച്ഛൻ്റെ 10ാം ക്ലാസ്സിലെ ട്യൂഷൻ സെന്ററിലെ അധ്യാപകനായിരുന്നു സാർ. അതെ അതെ. കൃഷ്ണഗാഥയിലെ പിന്നെ അച്ഛനെ പഠിപ്പിച്ചതാണ്. കൃഷ്ണഗാഥയിലെ അക്രൂരന്റെ വർണ്ണനയൊക്കെ അച്ഛൻ ഇങ്ങനെ കാണാതെ പറയും. അത് അങ്ങയുടെ ഉള്ളിലെ ഒരു അധ്യാപകൻ, ഇരുത്തം വന്ന അധ്യാപകന്റെ ഒരു തെളിച്ചമുണ്ട്. പഠിപ്പിക്കാത്ത കുട്ടികൾ പോലും താങ്കളുടെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരു സന്ദർഭം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന ജോലിയെ ഞാൻ ചെയ്യാവൂ, അതാണ് ഞാൻ നോക്കിയത്. ചില ജോലി എനിക്ക് ഇഷ്ടവുമല്ല. അതായത് ക്ലറിക്കൽ പണി എന്ത് വന്നാലും സ്വീകരിക്കില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചു. അതിന് പകരം ട്യൂട്ടോറിയൽ പഠിപ്പിക്കാം എന്ന് കരുതി ഞാൻ അങ്ങനെ 75 രൂപയ്ക്ക് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചാണ് ജീവിതം തുടങ്ങിയത്. 75 രൂപയ്ക്ക്. അന്ന് 75 രൂപയ്ക്ക് ഒരുപാട് പണി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വിക്ടോറിയയിൽ പഠിപ്പിച്ചപ്പോഴാണ് സുമേഷിൻ്റെ അച്ഛനെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും അവർ കോളേജിൽ പഠിപ്പിച്ചു. ഇവിടെ ബാലകൃഷ്ണൻ നായർ സാറും അച്യുതൻ നായർ സാറും നല്ല മിടുക്കരാവട്ടെ, അവരുടെ കൂടെ അവിടെ പഠിപ്പിച്ചു. അന്ന് ജയകുമാറും എൻ്റെ കൂടെ, നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാറും അവിടെ അധ്യാപകനായിരുന്നു. അങ്ങനെ പഠിപ്പിച്ച് ജീവിക്കുമ്പോൾ വേറൊരു വലിയ ഗുണമുണ്ടറിയോ, എല്ലാവരും സൈനിക സേവനത്തിന് പോകണം എന്ന് പറയുന്നത് പോലെ എനിക്ക് ഒരാഗ്രഹമുണ്ട്, എല്ലാവരും കുറച്ച് ദിവസമെങ്കിലും അധ്യാപകരാവണം. പഠിപ്പിക്കുമ്പോൾ ഒരു വലിയ കാര്യമുണ്ട്, ഞാൻ എന്നെ കഴുകി വൃത്തിയാക്കാൻ ദിവസവും ശ്രമിക്കും. വൃത്തിയായില്ലെങ്കിൽ അഴുക്ക് വന്നുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നെ മനഃപൂർവ്വം നമ്മുടെ കുട്ടികളെ നേരിടണം എന്നതുകൊണ്ട്, സമൂഹത്തെ നേരിടണം എന്നുള്ളതുകൊണ്ട് ഇത്തിരി തിരുത്താൻ എന്നും ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യമാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായി, എനിക്ക് അത്രയൊന്നും മനസ്സിലായിട്ടില്ല. സത്യം. ഒരുപാട് അറിയാൻ ഇനിയുമുണ്ട്. ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് ഇറങ്ങിയിട്ടു. അതാണ് ജീവിതം. പക്ഷേ എപ്പോഴും വലിയ രണ്ടാഗ്രഹമുണ്ട് എനിക്ക്, ശരിക്കും പറഞ്ഞാൽ. അതിൽ ഒരാഗ്രഹം, കഴിയുന്നത്ര ഗുണം ചെയ്യുന്ന അധ്യാപകനായി തന്നെ ഇരിക്കണം. മുഴുവൻ സാധ്യമല്ല. മഹാഗുരു എന്ന് പറയുന്ന ആരാണെന്ന് എനിക്കൊന്നും പിടികിട്ടിട്ടില്ല. പക്ഷേ ഗുരുത്വത്തെ ഞാൻ മണങ്ങുന്നു. എൻ്റെ എല്ലാ ഗുരുക്കന്മാരും. ആ ഗുരുത്വത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴാണ്, സാറിന് ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറി കാലം ഉണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഇരുന്ന് വായിച്ചിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറി കാലം ഉണ്ടായിരുന്നു.
ഈ ആൽമരം ലവണങ്ങളും ജലവും സമ്പാദിക്കുന്നത് പോലെ മധുസൂദനൻ നായർ എന്ന കവി ഇന്ധനം സമ്പാദിച്ച സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് വേലപ്പൻ നായർ എന്നൊരു ലൈബ്രറിയൻ അദ്ദേഹത്തിനെ പിന്നീടാണ് ഞാൻ അടുത്തറിയുന്നത്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് ഊർജം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഊർജ സംഭരണിയാണ്. അങ്ങയുടെ അധ്യാപകൻ വേണുഗോപൻ സാറിനടക്കം. വേണുഗോപൻ സാറ്, ലെനിൻ രാജേന്ദ്രൻ, എത്രയോ പേര്, പത്മരാജൻ, എം സുകുമാരൻ, എല്ലാവർക്കും ഊർജം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് വേലപ്പൻ നായർ സാർ. അദ്ദേഹം ലൈബ്രറിയനാണ്. അദ്ദേഹം വല്ലപ്പോഴും വീട്ടിൽ വരും. എനിക്കൊരു വലിയ പ്രചോദനമായിരുന്നു പിൽക്കാലത്ത്. പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വേലപ്പൻ നായർ സാർ ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ ഇല്ല, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈബ്രറിക്കകത്തിരിക്കുന്ന കാലം അത് വല്ലാത്ത കാലമാണ്, തൊഴിലില്ലായ്മ കാലം. വല്ലപ്പോഴും ഒരു 10-25 രൂപ വീട്ടിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടും. യൂണിവേഴ്സിറ്റി ലൈബ്രറിക്കകത്തൊരു ക്യാൻറ്റീനുണ്ട്, ഇപ്പോഴതില്ല. അതിൽ 50 പൈസയ്ക്ക് തൈര് ശാദം കിട്ടും. ഇപ്പോൾ രാവിലെ പച്ചവെള്ളം കുടിച്ചിട്ട് ലൈബ്രറി കയറും, ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ഈ 50 പൈസ കൊടുത്ത് തൈര് ശാദം കഴിക്കും. രാത്രി ലൈബ്രറി അടയ്ക്കുന്നതുവരെ ലൈബ്രറിക്കകത്തിരിക്കും, അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. ഇതായിരുന്നു ജീവിതം. അപ്പോൾ ഒരു ദിവസം 50 പൈസയുടെ തൈര് ശാദം മതി ജീവിക്കാൻ എന്നെനിക്ക് മനസ്സിലായി. ഇന്നും അത്രയും മതിയല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. എന്തിനാണ് കൂടുതൽ വഴുത്തീറ്റ തിന്നണത് ഞാൻ ആലോചിക്കും. ആളുകൾക്ക് തിന്നിട്ടും മതിയാവണില്ല. 12-1 മണി വരെ തീറ്റ, 1 മണി വരെ തീറ്റ, വെളുപ്പാങ്കാലത്ത് 3 മണിക്കും തീറ്റ, എല്ലാ വഴിക്കടലിലും ഇറങ്ങിക്കയറി തീറ്റ. ഇത് ഞാൻ നോക്കുന്നത് മാത്രമല്ല, ഈ തിന്നുന്നതോ വീട്ടിൽ നല്ല വെള്ളിപ്പാത്രം പോലുള്ള സാധനങ്ങൾ വാങ്ങി വച്ചിട്ടേ, നല്ല 1-ാം തരം ക്രോക്കറി എന്നൊക്കെ പറഞ്ഞ സാധനം വാങ്ങി വീട്ടിൽ അലമാരി വെച്ചിട്ട് വഴിയോരത്ത് വല്ല പ്ലാസ്റ്റിക്കിലും വാങ്ങിച്ച് ചപ്പുകയാണ്. അതെ, എന്ത് ഗതികേടാണ്, ദരിദ്രവാസി തരമാണെന്ന് ആലോചിച്ചു. നല്ല പാത്രം ഉണ്ട്, പക്ഷെ തിന്നാനുള്ള യോഗം ഇല്ല. ആധുനികൻ്റെ ഗതികേട്. ആഹാരം ഒരു നാട്യവും പൊങ്ങച്ചുമാവരുത്. ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ആ ക്യാൻറ്റീനിലെ തൈര് ശാദം എൻ്റെ ജീവൻ നിലനിർത്തിയ. അതേസമയം ഞാൻ നിത്യവും ചെയ്തിരുന്നത് ഒരു സ്റ്റൗവിൽ ഒരു ചെറിയ ഗ്ലാസ് അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കൂടെ കുടിക്കുക. MA ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അത്രയും മതി. ഒരു മാൽ ന്യൂട്രീഷൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയേ ഉള്ള ആഹാരം, അത്രയും കൊണ്ട് ജീവിക്കാം, ബുദ്ധി കെട്ടുപോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത്രയും വരെയുള്ള ബുദ്ധിയെ എനിക്ക് ഇന്നും ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുള്ളത്, എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്. ദുരിതാശ്വാസ കാലത്ത് ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്കതിലൊന്നുമില്ല, ഉള്ളത് തുറന്നു പറയുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുമ്പോൾ ഇവിടെ ഊണ് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് ഊണ് വേണ്ട, ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ കേട്ടപ്പോൾ വിഷമിച്ചു പോയി, ഞെട്ടിപ്പോയി. ഇത്ര കഞ്ഞി കിട്ടിയാൽ മതി, ഇത്ര കഞ്ഞി വെള്ളം കിട്ടിയാൽ മതി എന്ന് കരുതുന്ന അവസ്ഥയിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിലേ ഞാൻ കഴിക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തനപ്പെട്ടു. മറ്റുള്ളവനെ അല്ല നമ്മൾ നോക്കുന്നത്, അവനവനെ മാത്രം, അല്ലേ? ആ അവനവനെ മാത്രം നോക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവനെ കൂടുതൽ നോക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സെന്ന് മാറുമോ അന്നേ നമ്മൾ രോഗമുക്തരാകും. അതുവരെ നമുക്ക് രോഗമാണ്. അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു, രാഗാതിരോഗാൻ സതതാനുഷക്താൻ എന്ന് പറയുന്നുണ്ട്. രാഗം, കൊതി തുടങ്ങിയ രോഗങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം. അവൻ്റെ ഏറ്റവും വലിയ അപരാധങ്ങളിൽ നിന്നാണ് രോഗങ്ങളുണ്ടാകുന്നത്. കൊറോണയും അങ്ങനെ ഉണ്ടായതാണ്. എല്ലാം എനിക്ക് രോഗം വരുന്നെങ്കിലും അതാണ്. പ്രജ്ഞാപരാധാനാം എന്നൊക്കെ അഷ്ടാംഗ ഹൃദയം പറയുന്നുണ്ട്. പ്രജ്ഞാപരാധങ്ങൾ ഇല്ലാതാക്കുക. എൻ്റെ ബുദ്ധിക്കുള്ള അപരാധങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് എനിക്ക് കൂടുതലും വന്നുവിടുന്നത്. അതായത് ഒരു വൈറസ് എന്നെ വന്ന് പിടിച്ചത് എൻ്റെ അപരാധം കൊണ്ടാണോ എന്ന് ചോദിക്കാം. എങ്ങനെ?
പോകേണ്ടാത്തടത്ത് പോവുകയും തിന്നേണ്ടാത്ത തിന്നുകയും തൊടാണ്ടാത്ത തൊടുകയും ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. അതെ അതാണ് നമ്മുടെ കർമ്മങ്ങൾ സമൂഹത്തെ സന്തുലിതമാക്കി നിർത്താനും നന്മകളെ നല്ലതിനെ വളർത്താനും പിന്നെ മനുഷ്യൻ്റെ ചിന്തയെയും അനുഭവത്തെയും ഉദാത്തതയിലേക്ക് കൊണ്ടുപോകണം. അതിനാണ് ദൈവികത എന്ന് പറഞ്ഞത്. അതെ. അങ്ങനെ കൊണ്ടുപോകാൻ സഹായിക്കുമാറ് വളരണം എന്നേ എനിക്ക് ഇതുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ചോദ്യം ഓർമ്മ വന്നത്, നാരായണനിൽ നിന്ന് നാറാണത്ത് ഭ്രാന്തനിലേക്കുള്ള ഒരു സഞ്ചാരം. സാറിന്റെ വീട്ടിലെ പേര് നാരായണൻ എന്നായിരുന്നല്ലോ ആദ്യം ഇട്ട പേര്. വീട്ടുപേര് നാരായണൻ, ശരിപ്പേര്. അതെ. മറ്റേ ഏട്ടുപേരാണ്, ഏട്ടിലെ പേരാണ്. വീട്ടിലെ പേര് നാരായണൻ, ഏട്ടിലെ പേര് മധുസൂദനൻ. മധുസൂദനൻ പതിഞ്ഞു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മറ്റുള്ള അടുത്ത ആളുകളും എന്നെ നാരായണൻ എന്നാണ് വിളിച്ചിരുന്നത്. നാരായണൻ എന്നല്ല വിളിച്ചിരുന്നത്, നാരായണൻ എന്നാണ്. അങ്ങനെ എനിക്ക് ആ പേരിഷ്ടവുമായി. നരസ്യ യനം ആണ്. അപ്പോൾ നരശബ്ദം ജലം കൂടിയാണ്, ജലശായി എന്ന് പറയുന്ന. അതേസമയം നരൻ്റെ അയനം അതിൽ കൂടിയാണ്. ഏതിൽ കൂടെയാണോ പുരുഷൻ സഞ്ചരിക്കുന്നത് ആ ചൈതന്യമാണ് നാരായണൻ എന്ന് പറയുന്നതെന്നാണ് ഒരർത്ഥം. അതെല്ലാം പോട്ടെ, എനിക്കതല്ല. എനിക്ക് വീട്ടിലെ അമ്മൂമ്മ വിളിച്ച പേരാണ്. എൻ്റെ അമ്മൂമ്മ എടുത്തു വെച്ച് എന്നെ വിളിച്ചത് അതൊന്നും. എൻ്റെ പെറ്റമ്മയുടെ പെറ്റമ്മയും അല്ല ആ അമ്മൂമ്മ, പെറ്റമ്മയുടെ അനിയത്തി. അവരാണ് ഞാൻ എൻ്റെ അമ്മൂമ്മ. മറ്റേ ആളിനെ കണ്ടിട്ടില്ല. പള്ളിക്കൂടത്തിൽ പോകാത്ത അമ്മൂമ്മയ്ക്ക് ഒരുപാട് കവിത അറിയാമായിരുന്നു. അത് പോട്ടെ, ആ അമ്മൂമ്മ വിളിച്ച പേര് എന്തുകൊണ്ട് വിളിച്ചു? ആ തറവാട്ടിൽ പൂർവികനായിട്ട് പ്രതാപശാലിയായിട്ട് ഒരു നാരായണൻ ഉണ്ടായിരുന്നു. ആ കാരണവരെ ഓർമ്മിച്ചിട്ടാണ് ഈ പേരെനിക്കിട്ടത്. അപ്പോൾ ആ ഭാരം കൂടെ എന്നിൽ വെച്ചതാണ്. ഞാൻ അതിന് പറ്റിയൊരു കാരണവരായുമില്ല. അപ്പോൾ ഒരു നാരായണൻ എന്നതിൽ ഒരുപാട് ചുമക്കാനുണ്ട്. പലാഴിയിലെ നാരായണനും എൻ്റെ കുടുംബത്തിലെ കാരണവർ നാരായണനും ഈ രണ്ടും ചുമക്കണം. ഒപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ദരിദ്രനാരായണന്മാരുണ്ട്. അവന്മാരുടെ ദാരിദ്ര്യവും നമ്മൾ ചുമക്കണം. അതിലങ്ങോട്ടും പുറകോട്ട് പോയില്ല. കാരണം ഇപ്പോൾ ധനവീശ്വരം കോളേജ് എന്ന് പറഞ്ഞാലും മധുസൂദനൻ നായർ പഠിച്ച കോളേജ്, MG കോളേജ് മധുസൂദനൻ നായർ പഠിച്ച കോളേജ്, അതുപോലെ സെൻറ്റ് സേവേഴ്സ് കോളേജ് മധുസൂദനൻ നായർ പഠിപ്പിച്ച കോളേജ്, അരുവിയോട് മധുസൂദനൻ നായരുടെ സ്ഥലം, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഒരുപക്ഷെ താങ്കളുടെ ഒരു ഔന്നത്യത്തിൻ്റെ കാവ്യഗുണത്തിൻ്റെ ഒക്കെ പ്രത്യേകമാണ്. ഇങ്ങനെ ഇത്രയല്ലേ ഈ അപ്പോൾ വാൽമീകിക്ക് അവിടെ കൊടുക്കും, കാളിദാസനൊക്കെ കൊടുക്കും, പ്രപഞ്ചം കൊടുക്കണം. കാളിദാസന്റെ ഭാരതം എന്നോ പ്രപഞ്ചം എന്നോ വിളിക്കേണ്ടി വരും. അതെ, പ്രപഞ്ചം എന്ന് കൊടുക്കണം അവർക്കൊക്കെ. നമ്മളങ്ങനെ ലൊക്കേറ്റ് ചെയ്യണ്ട. നമ്മളും ജനിച്ചു വളർന്നു, നമ്മളാ കഴിയുന്നത് ചെയ്യുന്നു. അങ്ങയുടെ സ്ഥലം ലോകം മുഴുവൻ അറിയപ്പെടുന്നത് അങ്ങയുടെ പേരിലൂടെയാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര എന്ന സ്ഥലം ലോകത്ത് എവിടെ ചോദിച്ചാലും അറിയത്തക്ക രീതിയിൽ വന്നത് പൂർവ്വഗാമികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. രാമകൃഷ്ണപിള്ള പോലെയുള്ള അതിനു മുമ്പ് മോശവത്സലം ശാസ്ത്രിയാരുണ്ട് ഈ പഴയകടയിലുള്ള. അത്ര ഗംഭീരന്മാരായുള്ള ആളുകളുടെ കൂടെ കണ്ണി ചേർക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം അവരുടെയൊക്കെ പുറകെ കൂടെ ഒഴുകുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ. നമ്മളെക്കുറിച്ച് വലിയ മതിപ്പുകളൊന്നും ആവശ്യമില്ല. കഴിയുന്നത് എന്ത് ചെയ്യുക. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു രാമേന്ദ്രൻ്റെ കവിതയിൽ പറയുന്ന മാതിരി നമ്മൾ ഒരു തൂവൽ, വെറും തൂവൽ താഴെയിട്ടാൽ മതി എന്നുള്ളതാണ്. അത്രയും മതി. നമ്മളത്രയും നമ്മളാ കഴിയുന്നത് ദ്രോഹം ഉണ്ടാക്കരുത്. എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്, കർമ്മം കൊണ്ട് ലോകദ്രോഹം കഴിവതും കുറച്ചേ ഉണ്ടാകാം. ലോകോപകാരം അധികം ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. ലോകത്തിനെ മുന്നോട്ട് നടത്താനുള്ള എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുമോ ഇല്ലെന്നറിയില്ല. കാരണം മഹാത്മാക്കൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. ആധുനികരാണ്. നമ്മൾ ഒരുപാട് ശാസ്ത്രീയമായ ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് കിട്ടി. അത് വെച്ച് നമ്മൾ നമ്മുടേതായ സ്വത്വബോധത്തിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രീയത കൊണ്ട് സുഖഭോഗങ്ങൾ കൂടുതൽ നേടി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മെച്ചം. അതിനാണ് ഇത് ഉപയോഗിച്ചത്. പിന്നെ ഇപ്പോൾ പരദ്രോഹത്തിനും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നോക്കിക്കോ,
ജനിക്കുന്ന കുട്ടികളുടെ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കും. രോഗപ്രതിരോധത്തിന് കൊറോണ പോലുള്ള വൈറസ് ബാധിക്കാതിരിക്കാൻ എന്ന പേരിൽ ചിപ്പ് ഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. അത് ശരിക്കും ചിലപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് കുപ്പിവെള്ളം വരും എന്ന് സ്വപ്നം കണ്ടത് പ്രവചിച്ചത് NV കൃഷ്ണവാര്യരാണ്. ഈ ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ യവൻ സ്വപ്നം കാണുന്നത് വരെ ലോകത്ത് ചിപ്പിൻ്റെ കമ്പനിക്കാരൻ കണ്ടുപിടിക്കും. ഒരു രഹസ്യം അവനുണ്ടാവില്ല. വരാൻ പോകുന്ന വിപത്ത് ഇതാണ്. എല്ലാവരും ഇത്തരം സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന ധനമതക്കാരുടെ അടിമകളാകും ജനം മുഴുവൻ. വരാൻ പോകുന്നു, നോക്കൂ. ഞാൻ വെറുതെ പറഞ്ഞല്ലോ. ഞാൻ വേറൊരു കാര്യം എഴുതിയിരുന്നു 2002 മൂക്കുത്തി മീറ്റർ. അതായത് മൂക്കുത്തി പോലെ ഇവിടെ മീറ്റർ ഘടിപ്പിക്കും, ഈ മൂക്കടച്ചിട്ട്. സെൻറ്റ് സേവിയർസ് ജോലി നാളിൽ തന്നെ ഞാൻ 2002 എഴുതിയ ശ്വാസകോശത്തിലേക്ക് വായിൽ നിന്നുള്ള ദ്വാരവും അടച്ചു കഴിഞ്ഞാൽ ഇവിടെ മീറ്റർ വയ്ക്കും. മീറ്റർ വച്ച് അളന്ന് വായു എടുക്കും. മീറ്റർ അനുസരിച്ച് പൈസ കൊടുത്തില്ലെങ്കിൽ കട്ട് ചെയ്യും. ഏഷ്യാനെറ്റുകാരൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യും. അതുകൊണ്ട് ഏത് ജീവിയും ഏത് മനുഷ്യനും ശ്വാസത്തിന് പോലും കൂലി കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു. വന്നു കഴിഞ്ഞു. ഞാൻ 2002 അങ്ങനെ എഴുതിയെങ്കിലും ഇപ്പോൾ വന്നു. പ്രാണവായുവിന് വില കൊടുക്കേണ്ടി വരുന്ന കാലമാണ്. അപ്പോൾ ഇനി ചിപ്പും കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? അത്തരത്തിലാണ് നമ്മുടെ ഭാഷ നമുക്ക് നഷ്ടപ്പെടുന്നതിനെ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് താങ്കൾ മലയാളം പള്ളിക്കൂടത്തിലേക്ക് എത്തുന്നത്. മലയാളം പള്ളിക്കൂടത്തിൻ്റെ ഒരു തുടക്കത്തിന് ഏത് തരം ആലോചനയാണ് മലയാളം പള്ളിക്കൂടത്തിലേക്കൊരു തുടക്കത്തിലേക്ക് എത്തിച്ചത്? ഇത് ആവശ്യകതയാണ്, ഇത് ഇല്ലെങ്കിൽ മലയാളം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകും എന്ന ഒരു ആശങ്ക ഉണ്ടായതിനു ശേഷമാണോ ഈ മലയാളം പള്ളിക്കൂടം തുടങ്ങിയത്? MD എഴുതിയതുപോലെ എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, എൻ്റെ നക്ഷത്രമാണ്, അമ്മയുടെ തലയോടൊരു ശാസനയാണ്. ഇതെല്ലാം എൻ്റെ സ്വപ്നവുമാണ്. അദ്ദേഹത്തിനകത്ത് എഴുതാൻ പറ്റും. ഇതായിരുന്നു എനിക്കും. അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വ്യക്തമായി. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്നായി. പക്ഷേ ഞാനിങ്ങനെ ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശയം വരുന്നത് ഗോപിനാരായണൻ വീട്ടിൽ വന്നപ്പോഴാണ്. ഗോപിനാരായണനും ഭാര്യ ജെസ്സിനാരായണൻ വീട്ടിൽ വന്നപ്പോൾ അവരനുഭവം പറഞ്ഞു. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ അറിയില്ല. പണ്ടുകാലത്ത് നേരെ തിരിച്ചാണ്. അമ്മൂമ്മമാർ അതെ ചോദിക്കും. അതെ, അത് കണ്ടു കാണാത്തതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ, ആ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഈ കുട്ടികൾക്ക് ഭാഷ അറിയണം. ഭാഷ കേവലം ഒരെഴുത്തോ ഉച്ചാരണമോ മാത്രമല്ല, ഒരു മഹത്തായ ഓർമ്മയുടെ പരമ്പരയാണ്. അതായത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ ശീലമാണ്, ഒരു സംസ്കാരമാണ്. ഭാഷ എന്ന് പറയുന്ന സംസ്കാരമാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാഷ ഉച്ചരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തെ മുഴുവനും വഹിക്കുന്നവർ ആയിരിക്കണം. ആ സംസ്കാരത്തെ വഹിച്ചു കൊണ്ടുപോയാലേ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാകും. ഒരു ചെടി പലതരം ക്രോസിംഗ് കൊണ്ട് അവസാനം സ്വന്തം ചെടിയുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമ്മൾക്ക് നമ്മുടേതായ സ്വത്വം ഇല്ലാതെ, തെങ്ങ് ഒരുപാട് ഈ കാർഷിക പരീക്ഷണം കൊണ്ട് തെങ്ങല്ലാതായി മാറി. അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം. അങ്ങനെ വാനിഷിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ ആക്രമിക്കപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു, ബോധപൂർവം കീഴടക്കപ്പെടുന്നു, ബോധപൂർവം ഇല്ലാതാക്കപ്പെടുന്നു. മലയാളത്തിൻ്റെ എതിരെയും ബോധപൂർവമായ അത്തരം നീക്കങ്ങളുണ്ട്, എനിക്കറിയാം. അത് ശരിയല്ല. മലയാളം എന്ന് പറയുന്ന ഒരു കാട് മുതൽ ഇവിടം വരെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും വ്യത്യസ്തമായ ഉച്ചാരണങ്ങളും വ്യത്യസ്തമായ സംഗീതവും ജീവിതവും ദുഃഖവും വേദനയും അടിപിടിയും എല്ലാം നടക്കുക. അതൊരു ജീവിതമാണ്, ചരിത്രമാണ്. ഇതിനെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഇതിനകത്ത് വേറെ ഒരു താല്പര്യവുമില്ല. എല്ലാ ജനതയുടെയും സ്മൃതി പരമ്പരയെ സംരക്ഷിക്കാനുള്ള ഒരാഗ്രഹം. അതിൻ്റെ ഒരു എളിയ തുടക്കമാണ്. ഭാഷയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു നിർത്തിയിടത്ത് നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.
ആ ഭാഷയാകുന്ന അമ്മയെക്കുറിച്ച് എഴുതിയ അമ്മയുടെ എഴുത്തുകളിലെ 4 വരി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുടെ ഒരു 4 വരി നമ്മുടെ അമ്മയുടെ എഴുത്തുകളുടെ അവസാന ഭാഗം പറയാം. ആ കവിത 10ാം ക്ലാസ്സിലോ മറ്റോ പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പലരും അതിൻ്റെ അമ്മയുടെ എഴുത്ത് മാത്രമായിട്ടാണ് പലരും കാണുന്നത്. തപാലയച്ച എഴുത്ത് പോലെ എന്നാണ് കണ്ടു. അത് വിഷമമുണ്ടാക്കി. ചിലരെന്നെ സമീപിച്ചു. അതാണ് പറഞ്ഞത്, ഈ കവിത വായിക്കാനുള്ള ഒരു ശീലം പോലും പുതിയ മലയാളിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് കവിതയുടെ പളപളപ്പ് കണ്ടിട്ട് അത് മാത്രം പറയുക, അതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കുക. കവിത പറയുന്നതല്ല, അതിനകത്തുള്ളതാണ്. പുറത്ത് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിലും മണപ്പിച്ച് ചുംബിച്ച് നക്കി കടിച്ചിട്ടിണങ്ങാതെ ദൂരത്തെറിഞ്ഞാൻ കുരങ്ങൻ കൊള്ളില്ല എന്ന് പറയും. ഇതാണ് കാര്യം. ശരിയാ. ഇതില് ഇതാണ് സാറ് നേരത്തെ പറഞ്ഞ പോലത്തെ യഥാർത്ഥ കവിതയാണെങ്കിൽ പലത് വന്ന് പോയാലും അതിൽ അവകളിൽ ഒന്ന് കേളിപ്പെടുന്നു എന്ന് പറയുന്ന രീതിയിലെങ്കിലും വരും. സത്ത കിട്ടണം. അതെ. ഇപ്പോൾ ഷെൽഡൻ ബുള്ളോക്ക് രാമായണവും മഹാഭാരതവും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാലേ ഇന്നത്തെ ബുദ്ധിജീവിക്ക് പ്രഭാഷണം നടത്താൻ പറ്റൂ. അതെ, അത് വായിച്ചാലേ നമുക്ക് പുതിയ ഐഡിയ കിട്ടുന്നുള്ളൂ. ഇവിടെ ഈ 10,000-3000 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാകാത്തത് ഷെൽഡൻ ബുള്ളോക്കിന് എങ്ങനെ മനസ്സിലാവും? ആലോചിച്ച് നോക്ക്. സായിപ്പ് വന്ന് പറഞ്ഞു തരണം നമുക്ക് നമ്മുടെ ഭാഷ എന്താണെന്ന്. അതെ, ആ ഗതികേടിലെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളും അങ്ങനെയാണ് സാർ. സ്വന്തം അമ്മയുടെ ഉണ്ടാക്കി കൊടുക്കുന്ന സാമ്പാറോ അല്ലെങ്കിൽ സ്വന്തം അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കറിയോ അവർ രുചിച്ച് നോക്കിയിട്ട് കൊള്ളാം അമ്മ എന്ന് പറയില്ല. കോളേജ് കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള കൂട്ടുകാരി പറഞ്ഞു, എടി നിന്റെ അമ്മ അന്നെ സാമ്പാർ വയ്ക്കുന്നത് പറയുമ്പോഴാണ് കൊള്ളാം എന്ന് തോന്നണം എന്ന് പറയും. ഇതാണ് പ്രശ്നം. അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശീലം കൊണ്ടാണ്. പുറത്ത് കൊണ്ടുപോയി വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതിനെ പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മളുണ്ടാക്കിക്കൊണ്ട് കഴിക്കണം. നമ്മുടെ തലേ കേശവൻ നേരം സാർ പറയുമ്പോൾ കുനിച്ചു വെച്ച് പൊരിച്ച കോഴിയും ചവിട്ടി കീറുന്ന പൊറോട്ടയുമാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. ഇതാണ് പ്രശ്നം. അങ്ങനെ പരസ്യം കൂടെ കാണുമ്പോൾ അതിൽ വീണ് പോകും. പരസ്യം ആളുകളെ എൻട്രാപ്പ് ചെയ്യുന്നതാണ്, പിടിച്ച് വലയ്ക്കകത്താക്കുന്നതാണ്. അതിൽ വീണ് പോകരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ശീലിക്കണം. ഞാൻ പൊങ്ങച്ചൊന്നും പറയുകയല്ല, എൻ്റെ മോളുടെ കുട്ടി അമേരിക്കയിലാണ് പഠിക്കുന്നത്. അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എപ്പോഴും അവൻ ചോറ് കൊണ്ടുപോകും. നല്ല വീട്ടിലുണ്ടാക്കിയ കറിയും നാടൻ കേരളീയ കറി ഒക്കെ ആയിട്ട് കൊണ്ടുപോകും. കൈ കൊണ്ട് വാരി തിന്നും. മറ്റുള്ളവരൊക്കെ ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ കുറേ ദിവസം കഴിക്കാൻ മടിച്ച് പേടിച്ച് വിഷമിച്ച് വീട്ടിൽ തിരിച്ചു കൊണ്ടുവരും. ഭക്ഷണം കഴിക്കാതെ വരും. പിന്നെ അവൻ തന്നെ സ്വയം അതിന് ഒരു സമാധാനം കണ്ടെത്തി. അവൻ ഈ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ഈ മറ്റേ കുട്ടികളടുത്ത് പറയും, എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഹോം മെയ്ഡ്, എൻ്റെ അമ്മ ഉണ്ടാക്കിയാണത്. ഇല്ല, പിന്നെ നീ എന്തോടാ കഴിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങി. അതിനുശേഷം അവൻ്റെ ഭക്ഷണം മറ്റുള്ളവർ വാങ്ങിക്കഴിക്കാൻ തുടങ്ങി. ഇത് ഉണ്ടായത് സ്വന്തം അന്നം കഴിച്ചതിൻ്റെ സ്നായുബലം കൊണ്ടാണ്. സ്വന്തം അന്നം, സ്വന്തം രുചി, സ്വന്തം ജീവിതം, അതാണ് ഒരു മനുഷ്യന് ബലം കൊടുക്കുന്നത്. ആ ബലം കിട്ടിയാലേ സ്വന്തം ബലത്തിൽ നിൽക്കാനൊക്കൂ. അന്യബലം സ്ഥായിയായ ബലം അല്ല, കടം കൊണ്ട ബലമാണ്, ആശ്രയബലമാണ്. അതിന് വാസ്തവത്തിൽ നമ്മളെ നിലനിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ആത്മബലത്തിനാണ് സ്വന്തം ഭാഷ. ആ ആത്മബലം ഉണ്ടാവണം. എല്ലാ അച്ഛനമാരോടും നമ്മൾ പോയി പറയുന്ന ഇതാണ്, കുട്ടികൾ അധമരാണെന്ന് ശീലിപ്പിക്കരുത്. വേറെ ആർക്കോ അധമനാണ് ഞാൻ, അപകൃഷ്ടനാണ് എന്ന അധമബോധം കേരളത്തിൽ മുഴുവനുള്ള ബുദ്ധിജീവികളിൽ ഈ അധമബോധമുണ്ട്. അവർക്ക് 2 സായിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ പറ്റൂല, അല്ലേ? അവരുടെ ചിന്തകളിൽ എല്ലാത്തിലും അവരുടെ വാക്യശൈലി വരെ പടിഞ്ഞാറൻ ശൈലിയാണ്. ഈ വായിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താണ് തിരിച്ചറിയുക, റിയലൈസ് എന്നതിൻ്റെ മലയാളമാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട്, പണ്ട് കാലത്ത് വേറെ പ്രശ്ന പരിസരം എന്ന വാക്കായിരുന്നു. ഓരോ കാലത്ത് ഓരോ വാക്ക് ഇങ്ങനെ വരും. ഇതെല്ലാം പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ പ്രയോഗിക്കുന്നില്ലേ, അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ എഴുതുന്നവരുണ്ട്. ഇങ്ങനെ വികൃത ഭാഷ ഉണ്ടാക്കുന്നത് പടിഞ്ഞാറിനെ ആ രീതിയിൽ അനുകരിച്ചിട്ടാണ്.
പടിഞ്ഞാറിനെ അനുകരിക്കുക എടുക്കുകയും ചെയ്യാം, നമുക്ക് നമ്മുടേതായിട്ട് ഉണ്ടാക്കും വേണം. ആ രീതിക്ക് അനുകരിക്കാൻ പാടില്ല. അത് അധമബോധമാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവനെ ആദരിക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ സ്വത്വബലത്തോടെ ജീവിക്കണം. ആ സ്വത്വബലമാണ് ഒരു സമൂഹത്തിനും വേണ്ടത്. സത്വം ആത്മാ ശരീരം ച ത്രയം ഏതത് ത്രിദണ്ഡവത്. 3 സ്തംഭങ്ങളിലാണ് മനുഷ്യ ശരീരം നിൽക്കുന്നത്. അവൻ്റെ സ്വന്തം മനസ്സ്, സ്വന്തം ശരീരം, സ്വന്തം ആത്മാവ്. ഈ 3ഉം ഒരുപോലെ ബലിഷ്ഠമായാലേ ഒരു വ്യക്തിയുടെ ജീവിതം ഭദ്രമാവും. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ജീവിതവും ഭദ്രമാവണമെങ്കിൽ സാമൂഹ്യ ജീവിതത്തിനും ആ ഭൗതികമായ ബലം വേണം, മാനസമായ ബലം വേണം, ആത്മീയമായ ബലവും വേണം. ആത്മീയം എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും, എല്ലാം മതക്കാർ കൈയടക്കിയിരിക്കുക. ഇപ്പം ദൈവങ്ങളെല്ലാം സ്വർഗത്ത് പാർക്കുക, അമ്പലങ്ങളടച്ചു. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ഭജിക്കാൻ ഒരു കുഴപ്പവും ആർക്കും ഉണ്ടായില്ല. ഇല്ല, വീട്ടിൽ ഇരുന്നാലും ഭജിക്കാം എന്ന് മനസ്സിലായി. ദൈവങ്ങൾ സ്വസ്ഥമായിട്ട് അങ്ങ് അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവങ്ങൾക്ക് ഒരുപാട് കുടീരങ്ങൾ വെച്ചു കൊടുത്തിട്ടും കാര്യമില്ല, ദൈവങ്ങൾ അടിപിടിക്കും. എന്തായാലും മനുഷ്യർക്ക് നമ്മുടെ സമൂഹത്തിന് ഭദ്രമായ ബലം കിട്ടാൻ, ആത്മബലം കിട്ടാൻ, പാരസ്പര്യം ഉണ്ടാവാൻ, ഉള്ളത് നിലനിർത്താൻ ഒക്കെ നമുക്ക് പുതിയ പാഠങ്ങൾ വീണ്ടും കിട്ടട്ടെ. ഈ കൊറോണ കാലം കൂടെ അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കവിതയിൽ ഒരു 2 വരിയോടുകൂടി നമുക്ക് അമ്മയുടെ എഴുത്തുകൾ അല്ലേ? അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. ആരു വായിക്കും ഈ മായുമെഴുത്തുകൾ? ആരുടെ നാവിലുയിർക്കുമീ ചൊല്ലുകൾ? ആരു വായിക്കും ഈ മായുമെഴുത്തുകൾ? ആരുടെ നാവിലുയിർക്കുമീ ചൊല്ലുകൾ? നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ, നമ്മളാരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ? തായ്മൊഴി തന്നീണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ? തായ്മനസ്സിൻ്റെ തുടുപ്പുകളെങ്ങനെ, തായ്മനസ്സിൻ്റെ തുടിപ്പുകളെങ്ങനെ? തായ്ച്ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ? താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ? താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ? ആരു തേടും നാളെ, ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾക്കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? നാളെ നമ്മുടെ കുട്ടികൾക്കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? എനിക്ക് ചെറിയൊരു ഒച്ചയടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. കുഞ്ചുപിള്ള പുരസ്കാരത്തിൽ തുടങ്ങി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ എത്തി നിൽക്കുന്ന ഈ നിറവിൽ ഭാരത് ഭവന്റെ ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക ഉത്സവത്തിൽ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതൊരു വലിയ ഉദ്യമമാണ്, സംശയമില്ല. ഇതുപോലെ എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലും നല്ലതുകൾ, ഞാൻ പറഞ്ഞതല്ലാണ് നല്ല അർത്ഥം, നല്ലതുകൾ എത്തിച്ചേരണം. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ എന്ത് തിന്നാലും ഷേക്സ്പിയർ പറഞ്ഞ പോലെ, ഇഫ് മ്യൂസിക് ഈസ് ദ ഫുഡ് ഓഫ് ലവ്, ഗിവ് മീ ദി എക്സസ് ഓഫ് ഇറ്റ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അന്നം സംഗീതമാണെങ്കിൽ
അത് എത്ര തന്നാലും എനിക്ക് മുഴുക്കില്ല എന്നാണ്. അതായത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്നത് നല്ല കല, നല്ല സാഹിത്യമാണ്. ആ ശുദ്ധീകരണവും ആനന്ദവും മാനസവിസ്താരവും ആളുകൾക്ക് കൈവരുത്താൻ ആണ് ഭാരത് ഭവൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അതാവശ്യമാണ്. ഈ കാലത്ത് ഏറ്റവും നല്ല അന്നം അല്ലെങ്കിൽ ഏറ്റവും നല്ല രസായനം ആണ് സാംസ്കാരിക രസായനം. അതെ അതെ അതെ, ശിവനപ്രാശം എന്നൊക്കെ പറയണ പോലെ സാംസ്കാരിക രസായനമാണ്. സാംസ്കാരിക രസായനം ഇത് കൊടുക്കണം. അത് രസായനമായിട്ട് കൊടുക്കണം, വിരസായനമായിട്ട് കൊടുക്കരുത്, ദ്വേഷായനമായിട്ട് കൊടുക്കരുത്. ഞാൻ പറയുന്നത് എന്തറിയോ, സാഹിത്യവും കലയും ആളുകളിൽ അന്യോന്യം ദ്വേഷം ഉണ്ടാക്കുന്നതാകരുത്. ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്, മറ്റുള്ളവന് ഉപകരിക്കുന്ന രീതിയിൽ, പുതിയ ഭാഷയെ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് കൊടുക്കണം. മനസ്സിൽ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കത്തക്ക സാഹിത്യവും ഒക്കെ അപകടമാണ്. നമുക്ക് ആളുകളെ നല്ല വഴിക്കൂടെ ഒന്നിപ്പിക്കാം. അത്തരത്തിലൊരു ഉദ്യമമാണ് അത് നല്ല കാര്യം. ഞാൻ പ്രമോദിനെ അക്കാര്യത്തിൽ കൂടുതൽ അഭിനന്ദിക്കുന്നു. വളരെ നന്നായി. എന്തായാലും വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ബാലൻ, അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെയധികം താല്പര്യം. എനിക്ക് ചിലപ്പോൾ അവരുടെ പരിപാടികളുടെ ചില ഇത് ഫേസ്ബുക്കിലും അതിലുമൊക്കെ ഉള്ളത് എനിക്ക് വരും. ഞാൻ ഫേസ്ബുക്കൊന്നും ഇല്ലാത്ത ആളാണ്, പക്ഷെ എനിക്ക് അയക്കും. ഞാൻ നോക്കുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നത്, പുതിയ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ കൂടെയാണ് മനുഷ്യനെ ഒരുമിപ്പിക്കേണ്ടത്. അത് സാംസ്കാരിക മന്ത്രിക്കും പ്രത്യേകം ഒരു നമസ്കാരം കൊടുക്കേണ്ടത്. വളരെ നല്ല കാര്യമാണ്. പ്രമോദ് വലിയ കാര്യമാണ് ചെയ്യുന്നത്. ഇവർ ഈ ഭാരത് ഭവൻ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു കൂപ്പുകൈ ഞാനും അർപ്പിക്കുന്നു, സംശയമില്ല. അങ്ങയോട് പ്രത്യേകം നന്ദിയുണ്ട്. ഈ ദിവസം നമുക്ക് വേണ്ടി തന്നതിന്, ഇത്രയും സംസാരിച്ചതിന്. സുമേഷിന് വേണ്ടിയല്ല, പ്രമോദിന് വേണ്ടിയല്ലേ. അതെ, ഇത് എല്ലാവർക്കും വേണ്ടി ചെയ്യാനുള്ള കടപ്പാട്. ആ കടപ്പാട് നമ്മൾ നിർവഹിക്കുന്നു. നമ്മുടെ വലിപ്പമൊന്നുമല്ല. നമ്മളെ 4 പേര് കേൾക്കുന്നെങ്കിൽ അത് നമ്മൾക്കൊരു എന്തോ ഒരു പുണ്യമല്ലേ എന്നേ കരുതാവൂ കേട്ടോ. അതിന് ജനങ്ങളോടുള്ള സ്നേഹമാണ് ഇതിനടിസ്ഥാനം. അവർക്ക് നമ്മുടെ അടുത്തുള്ള സ്നേഹവും. നമ്മൾ ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ ഇത് നമ്മുടെ വാക്കുകൾ ആർക്കും ദ്രോഹം ചെയ്തില്ലെങ്കിൽ, നല്ലത് വരുത്തിയെങ്കിൽ അതിലൊരു ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്, വളരെ വലിയ കാര്യമാണ്. ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഒരു വലിയ മനുഷ്യനെ കണ്ടു. കുറച്ചു നേരം അദ്ദേഹമായിട്ട് പങ്കിട്ടു കേട്ടോ. ഗുൽസാർ, ഗാനരചയിതാവും. അതെ, ഗുൽസാറിൻ്റെ ഭാവവും സ്വഭാവവും വർത്തമാനവും എനിക്ക് പാഠമാക്കണം തോന്നി. ഒരു വലിപ്പവും അദ്ദേഹത്തിന് ഞാൻ കണ്ടില്ല, എന്നാൽ എല്ലാ നിറവും ഉണ്ട്. ഞങ്ങൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, OV വിജയൻ എനിക്ക് കത്തെഴുതിയ പോലെ, MT എനിക്ക് കത്തെഴുതിയ പോലെ ഞാൻ വിസ്മയിക്കുന്നുണ്ട്. വലിയിടത്ത് നിന്ന് ചെറിയിടത്തേക്ക് സ്നേഹം, വാത്സല്യം ഒഴുകും. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുള്ളൂ. അതെ, അവരുടെ വലിപ്പം കൊണ്ടാണ്. ആ വലിപ്പം ആർജിക്കുവോളം ഞാൻ വെറും ചെറുതാണ്. അപ്പോൾ ചെറിയവനായ ഞാൻ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. അതുതന്നെയാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഗുരുത്വം. ഈ ധന്യതയാർന്ന മുഹൂർത്തം നമുക്ക് തന്ന മലയാളത്തിൻ്റെ സ്വരസൗഭാഗ്യമായ പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് ഭാരത് ഭവൻ്റെ പേരിലും സാംസ്കാരിക വകുപ്പിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം.